എൻ്റെ പേര് അമൃത എന്നാണ്. ഡോക്ടർ പറഞ്ഞിട്ട് ആണ് ഈ സെഷൻ ഏറ്റത്. അതിനൊരു പശ്ചാത്തലമുള്ളത്, ഇതിനു മുമ്പ് ദയ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അന്ന് നേഴ്സസ് സ്റ്റേ ചെയ്യാം അല്ലേ? ഓൾഡ് ഏജ് ഡേ അങ്ങനെ. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അമ്മയെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് കഴിഞ്ഞ 5-10 വർഷമായിട്ട് അമ്മക്ക് ഡിമെൻഷ്യയാണ്. ഇപ്പം കുറേ കൂടി അത് ഡിസീസ് പ്രോഗ്രസ് ചെയ്തു, അഡ്വാൻസ് സ്റ്റേജിലെത്തി. അപ്പോൾ 2016 തൊട്ടിട്ട് അങ്ങനെ ഒരു കെയർ, അമ്മയുടെ കെയർ ഞാനാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് എന്നോട് സംസാരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. ഞാൻ ഇവിടെ തൃശ്ശൂർ പീച്ചിയിൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാണ്. പരിസ്ഥിതി പഠന മേഖലയാണ് എൻ്റെ സ്പെഷ്യലൈസേഷൻ. ഇത്രയും കാര്യങ്ങളാണുള്ളത്. പരിചയമില്ലാത്ത ആൾക്കാരോടൊക്കെ പരിചയപ്പെടുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞാൽ മതിയായിരുന്നു. കാരണം ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ഷെയറിംഗ് എന്നുള്ള രീതിയിലാണ് വന്നത്. എൻ്റെ പേര് തോമസൺ. ഞാൻ IIT ഡൽഹിയിൽ ഗവേഷണ വിദ്യാർത്ഥിയാണ്. റിസർച്ച് ചെയ്യുന്നു. ഓക്കെ. എന്താണ് ഈ റിസർച്ച് എന്ന് പറയുമ്പോൾ എന്ത് തരം ഫീൽഡാണ് വരുന്നത്? നിങ്ങളൊരു ഡിപ്പാർട്ട്മെന്റ്സ് ആണോ? അല്ല, ഇപ്പോൾ കണ്ടിട്ടുണ്ടോ? എനിക്കെന്തോ പരിചയം തോന്നുന്നു. പേര് അല്ല, ഇത് പറഞ്ഞപ്പോൾ ആരുടെ? സർവോപരി ഞാനൊരു കുറച്ച് നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചു. ബാക്കി എന്തെങ്കിലും ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ പറയും. ഡിമെൻഷ്യ കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എത്രത്തോളം പരിചയമുണ്ടെന്ന് അറിയില്ല. ഫസ്റ്റ് ഹാൻഡ് അല്ലെങ്കിലും നിങ്ങളുടെ പഠന മേഖലയായിട്ടൊന്നും ഏകദേശം ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടുന്നുണ്ടോ? അത് ഇല്ല. ഡിമെൻഷ്യ ഒരു പ്രോഗ്രസീവ് ന്യൂറോളജിക്കൽ ഡിസോർഡർ എന്നാണ് പറയുക. ഞാൻ മെഡിക്കൽ ഡോക്ടറൊന്നുമല്ല. ഇതൊക്കെ ഞാൻ അമ്മയുടെ ഓർമ്മ പശ തൊട്ടിട്ട് ക്രമേണ മനസ്സിലാക്കി എടുത്തിട്ടുള്ള കുറേ വാക്കുകൾ അവസാനം ഈ 5-10 വർഷം കൊണ്ട് അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. അതിൻ്റെ വാലിഡിറ്റിയും ശരിക്കും മെഡിക്കൽ ഡോക്ടേഴ്സ് തീരുമാനിക്കേണ്ടതാണ്. ഞാൻ പറയുന്ന പോലെ ചിലപ്പോൾ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവാം. അതിൽ തന്നെ ഒരു അംബ്രല ഡിസീസ് എന്നുള്ള രീതിയിൽ ഡിമെൻഷ്യ പറയുക. അതിൻ്റെ ചുവടെ പലതരത്തിലുണ്ട്, അതിൻ്റെ സബ് കാറ്റഗറി പലതരത്തിലുണ്ട്. അൽഷീമേഴ്സ് ഡിമെൻഷ്യ അതാണ് ഒരുപക്ഷെ ഏറ്റവും പരിചയമുള്ളത്. ഫ്രണ്ടൽ ലോബ് ഡിമെൻഷ്യ, ഡീബീസ് ബോർഡ് ഡിമെൻഷ്യ, പിന്നെ മൾട്ടി ഇൻഫാർക്റ്റ് ഡിമെൻഷ്യ, അങ്ങനെ പലതരം. പിന്നെ ടെമ്പററി ആയിട്ടുണ്ടാവുന്ന പിന്നീട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളത്. ബാക്കി പറഞ്ഞൊക്കെ കൃത്യമായിട്ടുള്ളൊരു ക്യൂറൊന്നുമില്ല. പക്ഷേ ഇതൊന്നും ആദ്യകാലത്ത് നമുക്കറിയില്ലായിരുന്നു. എനിക്ക് 2 ബ്രദേഴ്സാണുള്ളത്. അവർ രണ്ടുപേരും ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. ഞാൻ മാത്രമാണ് നാട്ടിലുണ്ടായിരുന്നത്. നാട്ടിലുമല്ല, ഞാൻ തൃശ്ശൂരാണ്, അമ്മ കണ്ണൂർ വീട്ടിലാണ്. അത് അമ്മയും അച്ഛനും രണ്ടുപേരും പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സായിരുന്നു. അച്ഛൻ ഒരു 20 വർഷം മുമ്പ്, അതായത് 2004 മരിച്ചിരുന്നു. അപ്പം അമ്മ ഒറ്റക്കാണ്. നമുക്ക് ആ വീട് വിട്ടു പോകുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ നിർബന്ധിക്കാറുമില്ല. എന്നാലും ഉണ്ട്, ഒരു മാസത്തേക്കെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊപ്പം ഒക്കെ വന്ന് താമസിക്കും. ഞാൻ തൃശ്ശൂർ പീച്ചിയിലുമാണ്. വീക്കെൻഡിൽ ഞാൻ യാത്ര ചെയ്യും പൊതുവെ. സാറ്റർഡേയും സൺഡേയും വീട്ടിലെത്തും. അപ്പോൾ അതിനിടയിലാണ് ചില പന്തികേടുകൾ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇന്ന് രാത്രി വീട്ടിലെത്തും എന്ന് പറയുമ്പോൾ അവിടെ ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്ഥലമാണ്. ചിലപ്പോൾ അമ്മയുടെ ഉണ്ടാവില്ല, വീട് കൂട്ടിയിട്ട് പോയിട്ടുണ്ടാവും. അമ്മാവൻ്റെ വീട്ടിലേക്കൊക്കെ പോയി. അപ്പോൾ രാത്രി 9 മണിക്കൊക്കെ ആയിരിക്കും ഞാൻ എത്തുന്നുണ്ടാവുക. അവിടെ ആരും ഉണ്ടാവില്ല. അപ്പോൾ വരാന്തയിലൊക്കെ കിടന്നുറങ്ങുക, അങ്ങനെയൊക്കെ വേണ്ടി വരും. വിളിച്ചാൽ കിട്ടാനുള്ള സാഹചര്യമില്ല. ചിലപ്പം നമ്മൾ മൊബൈൽ കൊണ്ട് വേറെ മറ്റുള്ളവരൊക്കെ വിളിക്കുമ്പോൾ അറിയാം ഇന്ന സ്ഥലത്തുണ്ടെന്ന് അറിയും.
അപ്പോൾ പിന്നെ അന്ന് തന്നെ യാത്ര സാധിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ തുടരെ വന്നപ്പോൾ ആദ്യമൊക്കെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം നമ്മൾ വരുന്നുള്ള കൃത്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് റെസ്പോൺസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല വരുന്നത് എന്നുള്ളതുകൊണ്ട്. പക്ഷേ അത് ഒരു മെമ്മറിയുടെ ഇഷ്യൂ ആണെന്ന് പിന്നീട് ക്രമേണ മനസ്സിലാവുകയാണ്. ഇത്തരത്തിലുള്ളൊരു ഇൻഫർമേഷൻ ഓൾറെഡി ഈ മെമ്മറി ലോസുമായിട്ട് ബന്ധപ്പെട്ട് ഡിമെൻഷ്യയായിട്ട് ബന്ധപ്പെട്ട സിംറ്റംസ് എങ്ങനെയാണെന്നുള്ളൊരു എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ആദ്യകാലത്തെ ഒരു ഇറിറ്റേഷനും സ്ട്രെസ്സും ഒക്കെ ഒഴിവായി കിട്ടുമായിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് ക്രമേണ വി ലേൺ ഇൻ ദി ഹാർഡ് വേ എന്ന് പറയും. അതിനുശേഷം ഒരു സംശയം വന്നപ്പം നമ്മുടെ തന്നെ റിലേറ്റീവായിട്ടുള്ളൊരു സൈക്യാട്രിസ്റ്റുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം നിംഹാൻസിൽ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിൽ വന്നു. നിംഹാൻസിൽ ഒരു ജെറിയാട്രിക് ക്ലിനിക്കുണ്ട്. അപ്പോൾ നിംഹാൻസിലേക്ക് കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരൊക്കെ യാത്ര ചെയ്ത് ഈ ക്ലിനിക്കിലൊരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് അവിടെ ചെന്ന് ഒരു 5:30 ആകുമ്പം ആണ് അവിടെ ഒരു PG പഠിക്കുന്ന ഡോക്ടറായിട്ട് കൺസൾട്ടേഷൻ വരുന്നത്. അവിടുത്തെ ജെറിയാട്രിക് ക്ലിനിക്കിൻ്റെ ചുമതല ഉണ്ടായിരുന്ന മാത്യു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനെയല്ല കണ്ടത്. പക്ഷേ അതിനകം ഡിമെൻഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് എങ്ങനെയാ ഒരു പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യരുതോ പാടില്ല എന്നുണ്ടോ അതേ രീതിയിലാണ് അദ്ദേഹം ഈ അമ്മയുടെ കേസ് കൈകാര്യം ചെയ്തിരുന്നത്. പുള്ളി വളരെ ഇറിറ്റബിളും അഗ്രസീവും ഒക്കെ ആയിരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പം ആ ഫേസൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ വേണ്ട എന്നുള്ളത് തീരുമാനം. എൻ്റെ ബ്രദറും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല, ഈ ബാക്ക്ഗ്രൗണ്ട് ചെക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ എങ്ങനെയൊക്കെയാണ് ഡിമെൻഷ്യ പേഷ്യൻസുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഗോൾഡൻ റൂൾസ് എന്ന് പറയുന്ന റൂൾസ് ഉണ്ട്. അതിനായിട്ട് യാതൊരു തരത്തിലും കംപ്ലൈ ചെയ്യാത്ത രീതിയിലായിരുന്നു ഈ PG ഡോക്ടർ അമ്മയുടെ കേസ് ഹാൻഡിൽ ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു കഴിഞ്ഞപ്പോൾ നമ്മൾ എനിക്ക് കൺസൾട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. ആ ജെറിയാട്രിക് ക്ലിനിക്കിനെ ഉപേക്ഷിച്ചു. നമ്മൾ തിരിച്ച് കണ്ണൂരേക്ക് തന്നെ പോകും. ദാറ്റ് ഈസ് എ ലോങ് ജേണി. കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂർ വരിക, തിരിച്ചു വരിക, അങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരാൾ, ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളെയും കൂടി ഉള്ള യാത്രകളൊക്കെ കുറച്ച് ആ ഒരു റിസ്കി ആയിരുന്നു. ആ റിസ്ക് നമ്മൾ എടുത്തു. പക്ഷേ ആ റിസ്ക് ഫലപ്രദമല്ല എന്ന് കണ്ട് തിരിച്ചു വന്നു. അപ്പം പിന്നെ ഉള്ളത് അമ്മയെ ഒറ്റക്ക് വീട്ടിൽ വിടരുത് എന്നുള്ളൊരു തീരുമാനമെടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തിരിച്ചു പോരുമ്പോൾ തൃശ്ശൂരേക്ക്, ഞാനിതിനിടയ്ക്ക് എനിക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയില്ലായിരുന്നു. 2 വീലർ മാത്രമേ അറിയുള്ളൂ. അപ്പം ഡ്രൈവിംഗ് പഠിച്ചു. ഒരു വണ്ടി വാങ്ങി. കാരണം കമ്മ്യൂട്ടേഷൻ പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ബീച്ചിൽ നിന്ന് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ടു കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ടു 50 കിലോമീറ്റർ ഹില്ലി ഏരിയസ് ഉള്ള റിമോട്ടായിട്ടുള്ള നമ്മുടെ വില്ലേജിലെത്തുക. അത് പലപ്പോഴും ബസ് കിട്ടായിക, ടാക്സി പിടിക്കുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വന്നതോടുകൂടി ഈ വണ്ടി വാങ്ങുക എന്നുള്ളൊരു രീതി വന്നു. അതൊക്കെ പഠിച്ചെടുത്തു. എന്നാലും അത്ര അഡപ്റ്റൊന്നുമല്ല ഡ്രൈവിങ്ങിൽ. അന്ന് അമ്മയും കുട്ടി ഇങ്ങോട്ട് പോന്നു. ക്വാർട്ടേഴ്സിലാണ്, ക്യാമ്പസിലാണ്. പക്ഷേ ക്വാർട്ടേഴ്സ് അത്ര ഒരു സെക്യൂർഡ് ഏരിയ ഒന്നുമല്ല. അമ്മ അവിടെ ഒരു വലിയ കുഴപ്പമില്ലാതൊക്കെ മുമ്പോട്ട് പോയി. ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് ഉച്ചക്ക് വന്നപ്പോൾ അമ്മ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല. ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു കണ്ണൂർ നാടിൻ്റെ പേര് പറഞ്ഞു. അങ്ങോട്ട് പോകണം. അവിടെ 5 പൈസ ഇല്ല, എങ്ങനെ പോകുമെന്നറിയില്ല. അപ്പം എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നു. എനിക്ക് ആദ്യം ഡിമെൻഷ്യയുടെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നുള്ളത് ആദ്യം പറഞ്ഞു തന്ന ഒരു അഗസ്റ്റിൻ്റെ പേരുള്ളൊരു സീനിയർ ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് അമ്മ ഒരിക്കൽ മിസ്സിങ് ആയപ്പം, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പം അവർ തൊട്ടടുത്ത വീട്ടിലൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. വൈകിട്ടാകുമ്പോൾ അന്വേഷിച്ചു. അപ്പം എവിടെയും കിട്ടിയില്ല. അപ്പം ആരോ പറഞ്ഞു പോലീസിൽ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് പറഞ്ഞപ്പം പോലീസുകാർ ആദ്യം ചോദിച്ചത് നിങ്ങൾ കിണറ്റിലും കുളത്തിലൊക്കെ നോക്കിയിരുന്നു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. കാരണം അതിനുശേഷം കാര്യങ്ങൾ മാറുകയാണ്. ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡബിൾ. ഇപ്പോൾ പോലീസുകാർ ആണെങ്കിലും അതാണ് ചോദിക്കേണ്ടത്. അവർ ചോദിക്കുന്നത് തെറ്റൊന്നുമില്ല. അപ്പോൾ ഒരു ഷിവർ നട്ടിൽ കൂടി പാസ് ചെയ്തു. അപ്പം ചോദിച്ചാൽ അവിടെ ഇനിയിപ്പോൾ ഈ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് അപകടം എന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ലോക്ക് ആൻഡ് കീ സെറ്റപ്പിൽ പോകേണ്ടി വരും.
ഞാൻ കയ്യിൽ കെട്ടിയ സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് എടുത്തിട്ട് അമ്മയെ കയറ്റി നേരെ വീട്ടിൽ പോകും. അതിനുശേഷം ഞാൻ 5 വർഷത്തിന് ശേഷമാണ് പിന്നെ തിരിച്ചു വരുന്നത്. അപ്പോഴേക്കും ജോലി പോകുന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ കോവിഡിൻ്റെ ഒരു 1.5 വർഷം നീണ്ടുക്കുന്ന ഒരു സ്പെല്ല് കടന്നു വരുന്നുണ്ടായിരുന്നു. ഇത് പിന്നീട് അമ്മയുടെ ഡിസീസ് പല രീതിയിലും പിന്നെ പ്രോഗ്രസ് ചെയ്തു. പാരനോയ്യ, ഉറക്കമില്ലായ്മ, സംശയം, എല്ലാവരെയും സംശയം. കാരണം ബേസിക്കലി മെമ്മറി, റീസെൻറ്റ് മെമ്മറിയാണ് നഷ്ടപ്പെട്ടു വന്നത്. ഇമ്മീഡിയറ്റ്ലി നമ്മളിപ്പം ഒരു സംഗതി എവിടെ വച്ചു എന്നുള്ളത് മറന്നു പോകും. സ്വാഭാവികമായിട്ടും അത് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കാം. കരുതിയിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്തായി ചിലപ്പോൾ അതിൻ്റെ സ്ഥാനം എന്താണെന്ന് ഓർക്കാൻ പറ്റായികയുണ്ട്. അപ്പോൾ ആ സ്ഥാനം അതിൻ്റേതല്ലാത്ത സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ തപ്പാൻ സാധ്യതയുള്ള സ്ഥലത്തൊന്നും തപ്പിയാൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ആരോ മോഷ്ടിച്ചു എന്നുള്ള ഒരു ഇത് ഡിമെൻഷ്യയുടെ ആദ്യ ഫേസിൽ എപ്പോഴും വളരെ കോമൺ ആയിട്ട് വരുന്നൊരു സംഗതിയാണ്. ഇത് നമുക്ക് കൺവിൻസ് ചെയ്യാനും പറ്റില്ല ഇതല്ല എന്നുള്ളത്. അത് ക്രമേണ ഒരു പാരനോയായിട്ട് ഡെവലപ്പ് ചെയ്യും. പിന്നെ ഡെല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഹാലൂസിനേഷനും ഡെല്യൂഷൻ എന്ന് പറയും. അതായത് ഹാലൂസിനേഷൻ എന്ന് പറയുമ്പം ഈ ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്നതായിട്ടും പറയുന്നതായിട്ടും ഒക്കെയുള്ള തോന്നലുണ്ടാവും, തന്നോട് ആരോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓൾറെഡി മനസ്സിൽ വരുന്ന ചില ചിന്തകൾ പറഞ്ഞതാണോ കേട്ടതാണോ താൻ തന്നെ ചിന്തിച്ചതാണോ എന്നും മനസ്സിലാവാതെ കൂടിക്കുഴഞ്ഞിട്ട് അതൊരു സ്റ്റോറി ആയിട്ട് മാറും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ വരും. അതിന് കൺഫാബുലേഷൻ എന്നാണ് അത്ര വാക്ക് അതിന് ഉപയോഗിക്കുന്നത്. സെൽഫ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതോടുകൂടി ഇയാൾ വളരെ പാരനോയ്യ, ആങ്സൈറ്റി, അങ്ങനെ പല പല പ്രശ്നങ്ങളും കാണിച്ചു തുടങ്ങും. ഉറക്കമില്ലായ്മ ഇതിൻ്റെ സാധാരണയുള്ള, അതായത് ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി പറയുമ്പം മെലറ്റോണിൻ പോലത്തെ നമ്മൾ ഡയൂണൽ റിതം, സർക്കാഡിയൻ റിതം കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസൊക്കെ ആവശ്യത്തിന് ഇല്ലാതാകുന്നു. അതുകൊണ്ട് ഉറക്കമില്ലായ്മയുടെ പ്രശ്നങ്ങൾ വരുന്നു. പാരനോയ്യ വരുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായത് അപകടകരമാണെന്ന് തോന്നിയപ്പം വാതിലൊക്കെ അടച്ച് റൂമിനകത്ത് ഉള്ളിൽ നിന്നുള്ള ലാച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുറക്കാനൊന്നും പറ്റില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പം റൂമിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ആളുണ്ടാവില്ല, ജനലിൽ കൂടി നോക്കുമ്പോൾ ഇത് അടച്ച് കട്ടിലിനടിയിലൊക്കെ. അപ്പോൾ അപകടകരം വീട്ടിനകത്തുള്ള മിക്കവാറും എല്ലാ വാതിലിൻ്റെ ഉള്ളിലത്തെ ലാച്ച്, പുറത്തെ ലാച്ച് കംപ്ലീറ്റ്ലി എല്ലാം പറിച്ചു കളഞ്ഞു, ഡിസ്ഫങ്ഷനിലാക്കി, ചിലത് വളച്ചു വെച്ചു, ഒക്കെ ക്രൂഡായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അടക്കാൻ പറ്റാത്ത രീതിയിലാക്കി മാറ്റും, ഇൻക്ലൂഡിങ് ബാത്റൂം. അതാണ് ആദ്യത്തെ സ്ഥലം. പിന്നെ ഈ ഷാർപ്പായിട്ടുള്ള ആയുധമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ള സംഗതികളൊക്കെ എടുത്തു മാറ്റുക. ഇമ്മീഡിയറ്റ് വിസിബിലിറ്റി കിട്ടുന്ന സ്ഥലങ്ങളിലേക്കൊന്നും വെക്കാതെ എല്ലാം ഒരു ബക്കറ്റിനകത്തൊക്കെ ആക്കി ഒരു റൂമിൽ ലോക്ക് ആൻഡ് കീയിൽ വെക്കുക. ഈ കുക്കിങ്ങിൻ്റെ സമയത്തൊക്കെ ഈ ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട്, അപ്പം നമ്മൾ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ബീയിങ് ആയിട്ട് മാറണം. വളരെ ആൾക്കാർ സാധാരണ ഇപ്പം ഈ ഡിമെൻഷ്യ പേഷ്യൻ്റ് മാത്രമല്ല, കെയർ ചെയ്യുന്ന ഒരാളുകൂടി വളരെ വിചിത്രമായ പിന്നെ ബോഡി ലാംഗ്വേജും ആക്ടിവിറ്റിയും ഒക്കെ ഉള്ളതായിട്ട് മാറും. ഇത് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് നമ്മൾ ഗ്രാജുവലി അക്യൂമുലേറ്റ് ചെയ്യുന്ന ഒരു അഡാപ്റ്റേഷനാണ്. ഈ ഓരോന്നിനോട് റെസ്പോണ്ട് ചെയ്ത് നമ്മളിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് മാറി പോകണം. ഇത് ഒരു സുപ്രഭാതത്തിൽ വരുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല. നമ്മൾ ബന്ധുക്കളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെന്താ ഇങ്ങനെ, ഇത് ബക്കറ്റിനകത്ത് ഇതൊക്കെ കൊണ്ടുവച്ചാൽ ഇവിടെ കത്തിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കും. അവരെന്തെങ്കിലും ഒരു ആപ്പിളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും ചിലപ്പോൾ. നിൽക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ തുറക്കാൻ വേണ്ട സമയത്ത്, അപ്പോൾ എനിക്കാണോ പ്രശ്നം എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഒരാൾക്ക് തോന്നാം. കാരണം അമ്മ സംസാരിക്കുമ്പം മറ്റൊരാളെ കാണുമ്പോൾ അമ്മക്ക് അപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ അമ്മ നോർമലാണ്. ഈ പാരനോയ്യ വേറെ ചില കോണ്ടെക്സ്റ്റിലൊക്കെ വരുന്നു. ഒരാളുമായിട്ടുള്ള എൻകൗണ്ടറിൻ്റെ സമയത്ത് അത് പെർസിസ്റ്റൻ്റ് ആയിട്ടൊന്നും നിൽക്കില്ല. ചില ആൾക്കാരോടൊക്കെ ഇപ്പോൾ ഇതിനകത്ത് ഒരു ഗോൾഡൻ റൂൾസ് ഡിമെൻഷ്യയുള്ള ആൾക്കാരോട് പറയുന്നത്, എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കരുതെന്നാണ്. ഡു യു റിമെമ്പർ മീ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും അവരോട് ആവർത്തിച്ച് പറയരുത്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്. കാരണം അവർ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു ഇയാളെന്തിനും ഇങ്ങനെ വെറുതെ പറയുന്നുള്ള ഒരു സ്ട്രെസ് ബിൽഡ് ചെയ്യും. ആ സ്ട്രെസ് ബിൽഡ് ചെയ്യുന്ന പലതരം പ്രശ്നങ്ങളിലേക്ക് പിന്നീട് ചിലപ്പോൾ ഇവരൊക്കെ ഇതൊക്കെ ചോദിച്ച് അമ്മ വളരെ അജിറ്റേറ്റഡ് ആയിട്ടായി പോയിട്ടുണ്ട്. ഞാനതിൻ്റെ അകത്ത് നിന്ന് 4 മണിക്കൂറോളം അമ്മയുടെ റിക്കവറി പീരീഡ് ഞാൻ അനുഭവിക്കേണ്ടി വരും.
അതുകൊണ്ട് ഞാൻ ആൾക്കാരെ ആരെങ്കിലും ഫോണൊക്കെ ചെയ്തിട്ട് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അവരെ വഴിതിരിച്ചു വിടും, ഡിസ്കറേജ് ചെയ്യും, വരണ്ട. ശരിക്കുള്ള കാരണം പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒരുപാട് നുണ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇറലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് തോന്നിയ ഗൗരവമൊന്നും തോന്നാത്ത തരത്തിലുള്ള ശ്രീനിവാസൻ്റെ ഒക്കെ സിനിമയിൽ കാണുന്ന ചില തരത്തിലുള്ള ഡയലോഗ്സൊക്കെ പറയേണ്ടി വരും. ഇന്ന് ഇല്ല, ഞാനൊരു സ്ഥലം വരെ പോവാണ്, അല്ലെങ്കിൽ ഇവിടെ ആരും ഉണ്ട്, അമ്മ അവിടെ ഉണ്ടാവില്ല, എന്നാൽ നമ്മൾ വരാം. ഇവർ എന്തായാലും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞൊരു ഇവരെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞത് വലിയൊരു കാര്യമായിട്ട് പിന്നെ മാറും. എനിക്ക് അടുത്തൊരു സ്ഥലം വരെ പോകാണ്ട് ഒരു മെഡിസിൻ വാങ്ങണം, എന്നാൽ ഞാൻ മെഡിക്കൽ ഷോപ്പിലേക്ക് വരാമെന്ന് പറയും. അപ്പോൾ നമ്മൾ അവിടെ പോകണം, ഇയാളെ കൺവിൻസ് ചെയ്യണമല്ലോ, ആവശ്യമില്ലാതെ മെഡിക്കൽ ഷോപ്പ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ധാരാളമായിട്ട് വരും. ഇത് നമുക്കും വളരെ സ്ട്രെസ്ഫുള്ളാണ്. ഇത് പിന്നീട് ഈ രാത്രി ഉറങ്ങായികയും എഴുന്നേറ്റ് നടക്കൽ ഒരു പ്രശ്നമാണ്. പിന്നെ അമ്മ ഡയബറ്റിക് ആയതുകൊണ്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വരും. അത് വന്നു കഴിഞ്ഞാൽ പനി, കൺട്രോളബിൾ ആയിട്ടുള്ള ഫീവർ, അത് വേണമെങ്കിൽ കുറച്ചുകൂടി എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫിറ്റ്സ് വരാം. ഫിറ്റ്സ് വന്നിട്ടുണ്ട്, ഫിറ്റ്സ് വരാം. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതിനായിട്ട് അപ്പോൾ ഒരു മെഡിക്കേഷൻ തുടങ്ങി, ഉറക്കം കൊടുക്കുന്ന തരം മരുന്ന്. അത് 5 മില്ലിഗ്രാമൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവനൊക്കെ ഉറങ്ങും. അത് 10 മില്ലി തുടങ്ങിയിട്ട് അത് മതിയാവാത്തതുകൊണ്ട് 50-50ൻ്റെയൊക്കെ അപ്പുറത്ത് പോയി 100-400 മില്ലിഗ്രാം വരെയൊക്കെ കൊടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ. അതിൽ 600 വരെ കഴിച്ച വേറൊരാളെ എനിക്കറിയാം. കാരണം ഇത് സെയിം ഡോക്ടർ ആണ് പ്രിസ്ക്രൈബ് ചെയ്തിരുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പം ഇതിന് വർദ്ധിപ്പിക്കാൻ സ്കോപ്പില്ല. പിന്നെയുള്ള സ്കിസോഫ്രീനിയയുടെ മരുന്നുകൾ കൊടുക്കുകയാണ്. കാരണം സൈക്യാട്രിയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെച്ചാൽ അവർ സിംറ്റമാറ്റിക് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. എന്തുവരെ സിംറ്റമാണ് ഉണ്ടാകുന്നത് അത് സപ്രസ് ചെയ്യാനുള്ള മരുന്നുകളുണ്ട്. അപ്പം വേറെ ഏതൊക്കെയോ കാറ്റഗറിയിൽ വരുന്ന മരുന്നുകളൊക്കെ ഇതിനകത്തേക്ക് കയറി വരും. അതും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പറ്റായി. ഇപ്പോൾ അതിനിടയിലൊരു ഈ കോവിഡിൻ്റെ പീരീഡിലൊരു ഫിറ്റ്സിൻ്റെ ഒരു വളരെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ളൊരു ഫേസ് തുടങ്ങിയിട്ട് നിൽക്കുന്നേയില്ല. നമ്മുടെ റിലേഷനിൽ 2 ഡോക്ടേഴ്സ് ഉള്ളതുകൊണ്ടും അവർ വളരെ കോപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടും കൺസേൺഡ് ആയതുകൊണ്ടും എനിക്ക് ഇക്കാര്യത്തിലൊക്കെ ഒരുപാട് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് നമ്മൾ എക്കണോമിക്കലി വെൽ ഓഫ് ആണെന്ന് പറയാം. അപ്പോൾ ഒരു കാർ വാങ്ങേണ്ട സമയത്ത് കാർ വാങ്ങാൻ പറ്റിയിട്ടുണ്ട്, ലോണിലൊക്കെ ആണെങ്കിലും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ട് ആണ് ശരിക്കും ഈ കെയർ ചെയ്യുക എന്നുള്ളത്. ഈവൻ അത് കെയർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥത്തിൽ കെയർ ഒന്നുമല്ല. ഇവർ പറയുന്നത്, ഡോക്ടേഴ്സ് പറയുന്നത് ഇംപ്രൂവിങ് ദി ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നാണ്. അവരുടെ ഡിമെൻഷ്യ പേഷ്യൻറ്റിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓക്കെ, കുറച്ച് സ്ട്രെസ് ലെവൽ കുറഞ്ഞിട്ടുണ്ടാവും, പാരനോയ കുറഞ്ഞിട്ടുണ്ടാവും, അവർ ഉറങ്ങുന്നുണ്ട്, അതൊക്കെ ക്വാളിറ്റി ഓഫ് ലൈഫാണ്. നമുക്കും അത് തന്നെ. ഇപ്പം ഞാൻ ആഴ്ചകളോളം നീണ്ടുക്കുന്ന ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഈ മരുന്നുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഉറങ്ങാൻ പറ്റാത്തത്. അപ്പോൾ ആദ്യകാലത്ത് ഞാൻ വരാന്തേ കിടക്കുമായിരുന്നു, റൂമിൽ നിന്ന് വിട്ടിട്ട് വരാന്തേ കിടക്കുമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അമ്മയുടെ റൂമിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്തു ഉറക്കം. അപ്പം അന്നേരം ഈ ആൾ എഴുന്നേറ്റ് പോയിട്ട് ചിലപ്പം യൂറിനറി ഇൻകോണ്ടിനൻസ് വരുന്നു, അതായത് തന്നെ മൂത്രം അൺകൺട്രോൾഡായിട്ട് പോവാം. ബാക്കിയെല്ലാ ആക്ടിവിറ്റിയും കുഴപ്പമൊന്നുമില്ല. അത് സാധാരണ ഒരു ജെറിയാട്രിക് കേസ് ഇതാണ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്, ഫീക്കൽ ആൻഡ് യൂറിനറി ഇൻകോണ്ടിനൻസ്. നമുക്ക് യൂറിനറി ഇൻകോണ്ടിനൻസ് മാത്രമേ ഉള്ളൂ, അതും യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള സമയത്താണ് പലപ്പോഴും വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നനഞ്ഞ ഒരു ഫ്ലോറിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ സ്ലിപ്പായിട്ട് വീഴാം. ഓൾഡ് ഏജിലുള്ള ഫോൾസ് എല്ലാം ഹിപ്പ് ഫ്രാക്ചർ, ഹിപ്പ് ബോൺ ഫ്രാക്ചർ, ഫീമറൽ ബോൺ ഫ്രാക്ചറൊക്കെ വരാം, ബെഡ്-റിഡനാവാം. അത് പിന്നെ അതിൻ്റെ കോംപ്ലിക്കേറ്റ്, അതിൻ്റെ ലെവല് മാറുകയാണ്. അടുത്ത് വേറൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കെയർ റെജിമിലേക്ക് പോകേണ്ടി വരും. പിന്നെയുള്ളത് രാത്രി ഇറങ്ങി പോവാൻ തുടങ്ങുന്നു. പല ബാത്റൂമിലേക്ക് വഴിതെറ്റി എങ്ങോട്ടൊക്കെ പോകും. ചിലപ്പോൾ ഡോറൊക്കെ പകുതി തുറന്ന് കിടക്കുകയാണെന്ന് വെച്ചോളൂ, ഇരുട്ടത്താ പോവുക, സ്വിച്ച് ഓൺ ആക്കുന്ന പരിപാടിയില്ല. അപ്പം ഡോറിങ്ങനെ തുറന്ന് കൃത്യമായിട്ട് നിൽക്കണം, തലപോയിട്ടിടിക്കും. ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ
അന്നൊന്നും അത്ര 2016-17 അത്രയൊന്നും പോപ്പുലർ അല്ലെങ്കിലും ഇപ്പം ധാരാളമായിട്ട് കിട്ടാറുണ്ട്. മോഷൻ സെൻസിങ് സെൻസസ് കിട്ടി, പർച്ചേസ് ചെയ്തിട്ട് അത് എല്ലാ ലൈറ്റിനോടൊക്കെ ഫിറ്റ് ചെയ്തു. അപ്പോൾ ലൈറ്റിങ്ങനെ ആൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓൺ ആവും ഓഫ് ആവും. അപ്പോൾ എനിക്ക് അറിയുകയും ചെയ്യാം. അതിനോട് കോളിംഗ് ബെല്ല് കൂടി ഫിറ്റ് ചെയ്തപ്പോൾ രാത്രി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശബ്ദം കേൾക്കാം. അപ്പോൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം മിക്കവാറും ഉറങ്ങലും കഷ്ടിയാണ്. അപ്പം ഇതാണ് വീട്ടിലുണ്ടായിരുന്ന സാഹചര്യം. 5 വർഷത്തിന് ശേഷം, ഈ കോവിഡിൻ്റെ ഒക്കെ പീരീഡിന് ശേഷം തൃശ്ശൂരൊക്കെ റീലൊക്കേറ്റ് ചെയ്തു. വീണ്ടും അമ്മയായിട്ട് ഇങ്ങോട്ട് പോകുന്നു. പിന്നീട് വീണ്ടും ഒരു എപ്പിലിപ്സിയുടെ വലിയൊരു എപ്പിസോഡ് ഉണ്ടാവുകയും ചെയ്തു. അതിനിടയിൽ ദയയിലായിരുന്നു ട്രീറ്റ്മെൻറ്റൊക്കെ, ദയ ഹോസ്പിറ്റലായിരുന്നു. എന്നിട്ട് ആ സമയത്ത് അത് കഴിഞ്ഞ് പിന്നെ നടക്കാനൊരു ബുദ്ധിമുട്ട് വന്നു. അത് സ്പൈനൽ കോഡിലുള്ള ഒരു ചെറിയൊരു ട്യൂമറസ് ഗ്രോത്ത് ഉള്ളതുകൊണ്ടാണ്. ഒരു ബെനൈൻ ട്യൂമറാണ് അത്. സർജിക്കലി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യം. നമുക്കിപ്പോൾ നടക്കാൻ പറ്റില്ല, കത്തീറ്ററുണ്ട്, മെമ്മറി പ്രശ്നങ്ങൾ കുറേശ്ശല്ല, അന്നത്തേതിനെക്കാട്ടും വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇടക്കാലത്തൊരു ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. എന്നെ റെക്കഗ്നൈസ് ചെയ്യും, എൻ്റെ ശബ്ദത്തിനെയും പേരും ഒക്കെ അറിയാം. എന്നെ കാണുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കണ്ണടച്ചിട്ട് എൻ്റെ പേര് വിളിച്ചിട്ട് ഞാൻ സംസാരിക്കുമ്പം റെസ്പോണ്ട് ചെയ്യും. പക്ഷെ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ് ഇത് ആരാണെന്ന്. കാരണം അമ്മ ഒരു പക്ഷേ എന്നെ എൻ്റെ ചെറിയ പ്രായത്തിൽ മനസ്സിലുണ്ടാവുള്ളൂ. പക്ഷെ ശബ്ദമൊന്നും മാറിയിട്ടുണ്ടാവില്ല. ശബ്ദത്തിന് ഇതാണ് സിറ്റുവേഷൻ. ഇതിനിടയിൽ പല പ്രാവശ്യമായിട്ട് ഹോം കെയർ എന്ന് പറയുന്നൊരു, അതാണോ ഇന്നത്തെ ടോപ്പിക് എന്തോ വെച്ചിരുന്നല്ലേ, ഹോം നേഴ്സിംഗ് ആണ്. ഹോം നേഴ്സിങ്ങിനെ പറ്റി എനിക്ക് ഹോം നേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ നമ്മുടെ സഹായത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള പരിചയമുള്ളൂ. ഹോം നേഴ്സിങ്ങിനെ പറ്റി പറയാൻ മാത്രം ഒന്നുമില്ല. പക്ഷേ ഒരുപക്ഷെ ഇതിൽ ഒരുപക്ഷെ ഡെല്യൂസ് ഒരു 90s അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് എഴുതിയ ഒരു പോസ്റ്റ് ക്രിപ്റ്റോൺ കൺട്രോൾ സൊസൈറ്റീസ് എന്ന് പറഞ്ഞിട്ട് എസ്സേ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഫിലോസഫി പഠിക്കുന്നവർക്ക് പരിചയമായിരിക്കാം. ഗിൽസ് ഡെല്യൂസ്. അദ്ദേഹം ബേസിക്കലി പറയുന്നത് ഹി വാസ് റെസ്പോണ്ടിങ് ടു വാട്ട് ഫൂക്കോ മറ്റേ ഒരു കംപ്ലീറ്റ് വർക്കിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് അദ്ദേഹം അത് സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ഫൂക്കോയുടെ ഡിസിപ്ലിനറി സൊസൈറ്റീസ് ഒരു മോഡേണിറ്റിയുടെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ക്ലോസ്ഡ് സ്പേസസിൽ നിന്ന് ക്ലോസ് സ്പേസസിലേക്ക് ആൾക്കാർ മൂവ് ചെയ്തിരുന്ന, ഒരുപക്ഷെ ഫാമിലിയിൽ തുടങ്ങി അതുപോലെ ഹോസ്പിറ്റലിൽ ആരംഭിച്ചിട്ട് ഫാമിലിയിലേക്ക് വന്ന് ഫാമിലിയിൽ നിന്ന് സ്കൂളിലേക്ക് പോയി, സ്കൂളിൽ നിന്ന് ഒരുപക്ഷെ ഒരു ഫാക്ടറിയിലേക്കോ അല്ലെങ്കിൽ പഠനശാലയിലേക്കോ വേറൊരു പഠനശാലയിലേക്കോ അല്ലെങ്കിൽ ഫാക്ടറിയിലേക്കോ ഒരുപക്ഷെ ജയിലിലേക്ക് അല്ലെങ്കിൽ ഒരു അസൈലത്തിലേക്കൊക്കെ ജീവിതം മാറ്റിപ്പറിച്ച് നടന്ന ആൾക്കൂട്ടത്തിനെയും അതിനെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളെ പറ്റിയാണ് ഫൂക്കോ പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇത്രയും പരത്തി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷേ അത് ആ സമയത്ത് അദ്ദേഹത്തിന് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റിയത് ഒരുപക്ഷെ അതിൻ്റെ തന്നെ പതനം വളരെ ആസന്നമായതുകൊണ്ടും ഈ സംവിധാനത്തിൻ്റെ പതനം വളരെ ആസന്നമായതുകൊണ്ട് അതിൻ്റെ പതനം ഹൊറൈസണിൽ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചതുകൊണ്ടും ആയിരിക്കാം. പുതിയ സംവിധാനം ഓൾറെഡി നമ്മളതിൽ പ്ലേസ്ഡാണ്. അതിനെയാണ് അദ്ദേഹം കൺട്രോൾ സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞാൽ അത് ക്ലോസ്ഡ് സ്പേസസ് നിന്ന് ക്ലോസ് സ്പേസിലേക്കുള്ള മൂവ്മെൻ്റ് അല്ല, പകരം ഒരു ഫ്ലൂയിഡ് ആൻഡ് മോഡുലാർ സ്പേസസ് എന്ന് വന്നില്ലേ. നമ്മൾ ഒരുപക്ഷെ വിസിറ്റിംഗ് റൂമിൽ തന്നെ ഇരുന്ന് പഠിക്കുന്നു, ഓൺലൈൻ അല്ലെങ്കിൽ അല്ലാത്ത തരത്തിലുള്ള പഠനത്തിലേക്ക് ഏർപ്പെടുന്നു. അവിടെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്കോ മാളിലേക്കോ പോകുന്നുണ്ടാവില്ലായിരിക്കും, പോകേണ്ട അത്യാവശ്യങ്ങളില്ല. അങ്ങനെ ഒരുപക്ഷെ നിങ്ങളുടെ ഇൻപ്രിസൺമെൻറ്റ് പോലും ഒരു ക്ലോസ് സ്പേസസിലേക്ക് പോയിക്കൊള്ളണമെന്നില്ല. അതൊരു കൺട്രോൾ കോഡ്സ് കൊണ്ട് നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സംഗതിയാവാം. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ തന്നെ നമ്മുടെ ഇംപ്രിസൺമെൻറ്റിനെ പറ്റി അവെയർ ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള ഒരു പുതിയൊരു സംവിധാനത്തിനെ പറ്റി അതിൻ്റെ സിസ്റ്റം ഓഫ് റെസിസ്റ്റൻസ് എങ്ങനെ ആയിരിക്കും. സബോട്ടാഷ് പോലെ അദ്ദേഹത്തിൻ്റെ ഭൂത്താറിയായിട്ടുള്ള വർക്കിനകത്തൊക്കെ പറയുന്ന രീതിയിൽ ഒരു സമൂഹത്തിൻ്റെ അതാത് കാലത്തുള്ള ഏറ്റവും നല്ല സൂചകം എന്ന് പറയുന്നത് അവർ ഏറ്റവും ഡോമിനൻ്റായിട്ട് ഉപയോഗിക്കുന്ന യന്ത്ര സംവിധാനം എന്താണെന്നുള്ളതിനെ അത് ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ. അതായത് 19th സെഞ്ച്വറി ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒക്കെ കാലത്ത്
ലാർജ് തെർമോഡൈനാമിക് സ്റ്റീം എൻജിൻസും കൽക്കരിയും ഒക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സ്റ്റീം എൻജിൻസ് ആണ് ഒരുപക്ഷെ ഡിഫൈനിങ് മെഷീനറി എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ റെസിസ്റ്റൻസും ആ രീതിയിൽ തന്നെയായിരുന്നു. അതിനെ നിശ്ചലമാക്കാൻ വേണ്ടിയിട്ട് സമരത്തിൻ്റെ സമയത്ത്, ഇൻഡസ്ട്രിയൽ ആക്ഷൻ്റെ സമയത്ത് പിന്നെ ഒരുപക്ഷെ വലിയ ഉരുൾത്തടികൾ അതിലേക്ക് ഇടുകയോ അല്ലെങ്കിൽ മരത്തിനെ കൊണ്ടുള്ള ബൂട്ട് ഇതിനടുത്തേക്ക് ഇട്ട് അതിനെ നിശ്ചലമാക്കുന്നു ഈ യന്ത്ര സംവിധാനത്തിന്. അതാണ് അതിൻ്റെ റെസിസ്റ്റൻസ് പ്രോഗ്രാമും അങ്ങനെയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ പുതിയ സംവിധാനത്തിനെ പറ്റി അദ്ദേഹം പറയുന്നത്, അതിൽ നെറ്റ്വർക്കിംഗ്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടിങ്ങും നെറ്റ്വർക്കിംഗ് ഡാറ്റ ഫ്ലോവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ സംവിധാനത്തിലേക്കാണ് നമ്മൾ മാറുന്നതെന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞത്. അത് ഒരുപാട് കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ ഹോം കെയറിൻ്റെ കാര്യത്തിൽ അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞു. കാരണം എൻ്റെ ഓർമ്മയിൽ എൻ്റെ മുത്തശ്ശി, അവർ എൻ്റെ അമ്മയുടെ അമ്മയായിരുന്നില്ല, അമ്മയുടെ അച്ഛൻ്റെ വൈഫായിരുന്നു, അച്ഛൻ്റെ അനിയൻ്റെ വൈഫായിരുന്നു. അവർ 18 വർഷത്തോളം ബെഡ് റിഡനായിട്ട് ആണ് മരണത്തിന് മുമ്പ് അത്രയും കാലം അവർ ബെഡ് റിഡനായിരുന്നു. പെട്ടെന്നുണ്ടായിരുന്ന ഒരു സ്ട്രോക്ക് കൊണ്ടോ മറ്റോ ഒരു ബെഡ് റിഡനായി പോയത്. പക്ഷേ എക്സ്ട്രീംലി വിറ്റി, പിന്നെ നല്ല പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടിയാണ് അവർ പിൽക്കാലത്ത് ഉണ്ടായിരുന്നത്. അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കുട്ടികളൊക്കെ, നമ്മൾ 10-27 കസിൻസ് വെക്കേഷൻ സമയത്തൊക്കെ ഒന്നിച്ച് ചേർമ്പോൾ ഇവരുടെ ചുറ്റുമുണ്ട്, അവർ കഥകൾ പറയും, അത്തരത്തിലുള്ള നല്ല. പക്ഷെ അവരുടെ ഈ കെയർ മുഴുവൻ വീട്ടിൽ തന്നെയാണ് ചെയ്തിരുന്നത്. ഡോക്ടറും വീട്ടിലേക്ക് വരികയായിരുന്നു. ഡെല്ലൂസ് പറയുന്നതിന് മുമ്പേ അങ്ങനെ ഒരു സംവിധാനം ഈ ഫോക്കോൾഡിയൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം. അത് ഒരുപക്ഷെ ട്രഡീഷണൽ സംവിധാനത്തിലാണ്. പക്ഷേ ഇത് പുതിയ രീതിയിൽ വളരെയധികം ഈ രീതിയിലേക്ക് വരുന്നുമുണ്ട്. ഈ പറഞ്ഞ രീതിയിലേക്കുള്ള ഒരു അതിൻ്റെ നോളജ് ബേസൊക്കെ വ്യത്യാസം. ഇവർ ഹോം നഴ്സിംഗ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ വരുന്നത്. പക്ഷെ ഞാനിതൊരു ശരിക്കുള്ള ഹോം നഴ്സിനെ ഒരുപാട് പേരെ ആരായിട്ട് ഇടപെടുകയും ഒരുപാട് പേരുടെ സേവനങ്ങൾ കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയും അവരെ നിയമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 5-10-12 പേരെങ്കിലും അറിയാം. പക്ഷെ ഇവരാരും ഹോം നേഴ്സ് എന്ന് പറയുമെങ്കിൽ അവരാരും ഹോം നേഴ്സ് ആയിരുന്നില്ല. അവർക്ക് ബേസിക്കലി കുക്കിംഗ് മാത്രമേ അറിയുള്ളൂ. ഈ നേഴ്സിങ്ങിൻ്റെ ആസ്പെക്ട്സ് ഒക്കെ വളരെ പൂറായിരുന്നു. അത്തരത്തിലുള്ള സ്കിൽഡായിട്ടുള്ള ഈവൻ നേഴ്സിങ്ങിൽ ഡിപ്ലോമയും ഒക്കെയുള്ള ആൾക്കാർ വന്നത് വളരെ പുവർ ക്വാളിറ്റി ആയിരുന്നു, അൺഫോർച്ചുനേറ്റ്ലി. പ്രായോഗികമായിട്ടുള്ള കുറച്ച് ഞാനുണ്ട്. ഇപ്പം ഡയപ്പർ മറ്റേ ബെഡ് റെഡിയാക്കി എടുക്കുക, ഒരാളെ പിന്നെ ഡിഫിക്കേഷൻ ബെഡിൽ വെച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് ചെയ്യുക, ഇതൊക്കെ അറിയാം. പക്ഷെ ഒരു ബബിളില്ലാതെ ഒരു സിറിഞ്ച് നിറയ്ക്കാൻ സംശയമാണ്. ആ രീതിയിലുള്ള, അതായത് ഇവരുടെ സാലറി ഒരു മാസം 35,000 രൂപയാണ് നോക്കണം. അതിലുള്ള ഹോം കെയറിന് വരുന്ന ഹോം നേഴ്സിന് ശരിക്കും വിളിക്കാവുന്ന തരത്തിലുള്ള ആൾക്കാരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അത് ആ ഒരു സെക്ടർ അത്ര ഡെവലപ്പ് ചെയ്തു എന്ന് പറയാനില്ല എന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്. പിന്നെ ഇതിനകത്ത് പറയാവുന്നൊരു കാര്യം, ഈ നമ്മൾ ശരിക്കും ഈ കെയർ എന്ന് പറയുന്ന ഒരു ഇത്തരത്തിലുള്ള ഈ കോണ്ടെക്സ്റ്റിൽ കെയറിന് പല കോണ്ടെക്സ്റ്റിലും പല രീതിയിലായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഈ ലേൺ ചെയ്യുക എന്നുള്ള കാര്യമാണ്. നമ്മൾ ഇപ്പം ജെറിയാട്രിക്സിൽ സാധാരണ പറയും, ഈ പീഡിയാട്രിക് പേഷ്യൻസിന് ഉള്ള പോലത്തെ ചില പ്രശ്നങ്ങൾ ജെറിയാട്രിക് പേഷ്യൻസിന് ഉണ്ടാവാം. ഉദാഹരണത്തിന് നിങ്ങളുടെ പേഷ്യൻ്റ് സബ്ജക്റ്റിന് രോഗത്തിൻ്റെയോ സിംറ്റത്തിൻ്റെയോ ഇൻറ്റൻസിറ്റിയോ അതിൻ്റെ ഡീറ്റെയിൽസോ നമ്മളോട് പറയാൻ പറ്റിയെന്ന് വരില്ല. ചെറിയ കുട്ടിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് പോലെ ജെറിയാട്രിക് പേഷ്യൻസിന് പലതുണ്ട്. ഡിമെൻഷ്യനി ആയിക്കൊള്ളണമെന്നില്ല, മറ്റു പലതിലും അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അവർ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടി വരും. പിന്നെ മരുന്നിൻ്റെയും ദേഹത്തിൻ്റെ ഫിസിയോളജിയുടെയും നീഡിൻ്റെയും പ്രയോറിറ്റിയുടെയും ഒക്കെ അർത്ഥത്തിൽ ജെറിയാട്രിക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെയാണ് ജെറിയാട്രിക്സിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പഠനശാഖ തന്നെ നിലനിൽക്കുന്നത്. ഇതൊന്നല്ലാതെ ഇപ്പം കെയർ ചെയ്യുക എന്നുള്ളത് നമ്മൾ തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട്, അതിനിപ്പം ഈ കെയർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഭാഷ അറിയണം. ഇപ്പോൾ ഇൻ്റർനെറ്റിലൂടെയാണ് കാര്യങ്ങൾ അറിയുക. ഞാനിപ്പോൾ അങ്ങനെയായിരുന്നു, പല കാര്യങ്ങളും
ഈ കസിൻസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ഡോക്ടേഴ്സ് ഉണ്ട്, അവരുമായിട്ടുള്ള സംഭാഷണം അവർ വളരെ ജനറസ് ആയിരുന്നു, ഒരുപാട് സമയം ചിലവഴിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ഒരു സാഹചര്യം കിട്ടിക്കൊള്ളണമെന്നില്ല ഇന്നത്തെ കാലത്ത്. പിന്നെ രണ്ടാമത് ഇത് വായിച്ച് പഠിക്കാനുള്ള ഒരു റിസോഴ്സ്, ഇൻ്റർനെറ്റ് ആക്സസ്, അതിനുള്ള ഡിവൈസ്, അത് മനസ്സിലാക്കാനുള്ള കഴിവ്, എഡ്യൂക്കേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതിരിക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ പഠനം ഒരു ചലഞ്ച് തന്നെയാണ്. പക്ഷേ പഠിക്കുക എന്നുള്ളത് ഏതെങ്കിലും രീതിയിലൊക്കെ പഠിക്കുക, അതിലൊക്കെ അങ്ങനെയുള്ളവർക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റിൻ്റെയോ മറ്റേതെങ്കിലും ഏജൻസിക്കോ ചെയ്യാവുന്ന ഒരു കാര്യം. പൗലോ ഫ്രയറിൻ്റെ ഇപ്പോൾ പുള്ളി പറഞ്ഞായിട്ട് ഞാൻ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല സംഗതി. വളരെ മുമ്പ് ഒരു 30 വർഷം മുമ്പ് എൻ്റെ പൗലോ ഫ്രയറിനെ വായിച്ചുകൊണ്ടൊരു സുഹൃത്ത് പറഞ്ഞു, ആക്ട് ഓഫ് ലേണിംഗ് ഈസ് ആൻ ആറ്റിറ്റ്യൂഡ് ടു ദ വേൾഡ് എന്നുള്ളത്. ഇപ്പം എനിക്ക് സംശയമുണ്ട് അത് വേൾഡാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ നമ്മൾ ലോകത്തോട് മാത്രമല്ല മറ്റുള്ളവരോട്, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരാളോട് ഏറ്റവും നമ്മൾ ആറ്റിറ്റ്യൂഡിനെ നമ്മളെ വെളിവാക്കുന്ന നമ്മളെ പഠിക്കാനുള്ള വില്ലിങ്നെസ് അല്ലെങ്കിൽ അത് തന്നെയാണ് ഉള്ളതാണ്. അയാളുടെ നീഡിനെ പറ്റി മാത്രമല്ല സാഹചര്യങ്ങളെ പറ്റിയിട്ടും ലോകത്തിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊരാളോട്ടുള്ള കെയറിൻ്റെയും പിന്നെ കൺസേണിൻ്റെയും ഒക്കെ എലമെൻ്റ് തന്നെയാണ്. ആ അർത്ഥത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. വളരെ നിംഹാൻസിൽ ഞാൻ ആദ്യം കണ്ടിട്ടുള്ള PG ഡോക്ടറുടെ കാര്യത്തിലായാലും അത് കഴിഞ്ഞും വളരെ പഠിപ്പും അവെയറൊക്കെ ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ അമ്മയോട് വന്ന് ചോദിക്കുന്ന, എന്നെ മനസ്സിലായിട്ടില്ലേ, പറയൂ ഞാനാരാണെന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുമ്പിൽ പോസ് ചെയ്ത് ഇങ്ങനെ പറയുമെന്ന് പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരിത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം വിചാരിക്കാൻ. എനിക്കൊന്ന് അത് അങ്ങനത്തെ ഒരു യൂണിവേഴ്സൽ പിന്നെ ടീച്ചിങ് പല രീതിയിലും എനിക്ക് ധാരാളമായിട്ട് ആൾക്കാരെ അറിയാം. ഇപ്പം മെമ്മറി ലോസ് ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ, അത് എക്സ്ട്രീമായിട്ട് ആ ഒരു ഇതിലേക്ക് വന്നിട്ടുള്ളവർ, അല്ലാതെ തന്നെ എനിക്കൊന്ന് ഒരു ധാരാളം പേര് ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ചിലർ വന്നിട്ട് എനിക്ക് മെമ്മറി മനുഷ്യരില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാനിത് സസ്പെക്ട് ചെയ്തിരുന്ന കാലം ഉണ്ടായിരുന്നു ശരിക്കും, എനിക്ക് പ്രശ്നമുണ്ടോ എന്ന് ഒരുപാട് അവസരങ്ങളിൽ. കാരണം ഈ കോവിഡിൻ്റെ ഒക്കെ പീരീഡ് കഴിഞ്ഞപ്പോൾ സോഷ്യൽ ഐസൊലേഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് സംസാരിക്കാനുള്ള എബിലിറ്റി വളരെ മിനിമത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം നന്നായിട്ട് തുടർച്ചയായിട്ടും ഫ്ലുവൻ്റായിട്ടും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾ നല്ല രീതിയിൽ പിന്നെ ഇതിൽ സസലിൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരാളായിരുന്നു. സംശയിച്ചിട്ട് പോലും ഉണ്ട്. അല്ല എനിക്ക് ഇടയ്ക്ക് നമ്മൾ കണ്ടപ്പോൾ നിങ്ങൾ വളരെ ഒഴിഞ്ഞു മാറുന്ന ചിലപ്പം ഒരു ഇക്കനോട്ട് സ്ട്രൈക്ക് കൺവെർസേഷൻ. കാരണം അതൊരു ചിലപ്പോൾ ആൾക്കാരുടെ സിറ്റുവേഷനായിട്ട് പെട്ടെന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് സ്ലോ ഡൗൺ ഉണ്ടായിപ്പോയി. അത് തിരിച്ച് പിടിച്ചെടുക്കാൻ എനിക്കുള്ള സമയം വേണ്ടി വന്നിട്ടുണ്ട്. 2021 ശേഷം 2 വർഷത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ശരിക്കും. ഇപ്പോഴും അതിൻ്റെ പല ആസ്പെക്ട്സും ഉണ്ട്. പക്ഷേ ഇപ്പം എനിക്കൊന്ന് ഒരുപക്ഷെ ഞാൻ അടുത്ത കാലത്ത് കണ്ട സിനിമകളിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, കിഷ്കിണ്ട കണ്ടെന്നുള്ള സിനിമ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് വിജയരാഘവൻ ആക്ട് ചെയ്തിട്ടുള്ള റോളുണ്ട്. അതുമായിട്ട് എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ഫോൺ എൻട്രീസ് നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ പേര് മാത്രമല്ല ഉണ്ടാവുക, അതിൻ്റെ ഒപ്പം അയാളെ ആദ്യം കണ്ട സ്ഥലം അല്ലെങ്കിൽ ഒരു ഈവൻറ്റ് ഒക്കെ അതിൻ്റെ ഒപ്പം എഴുതിയിട്ടുണ്ട്. ബയോഡാറ്റ പോലെ അത്രയും എഴുതാനത് സമ്മതിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ പക്ഷേ പറയുന്നതിന് മാക്സിമം എഴുതി ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ തപ്പിയെടുക്കാനുള്ള പ്രശ്നങ്ങൾ പല രീതിയിൽ വരുന്നതുകൊണ്ട് അങ്ങനത്തെ ടാഗുകൾ ധാരാളമായിട്ട് കൊടുക്കും എല്ലാത്തിനും. എപ്പിസോഡിക് മെമ്മറി. അപ്പോൾ ആ രീതിയിലുള്ള സംശയങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഞാൻ വെറുതെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത്, പക്ഷേ സബ് സ്റ്റോറിയിലേക്ക് പോയതുകൊണ്ട് മിസ്സായിപ്പോയി. നമ്മളോട് തന്നെ ഇപ്പോൾ ഒരാൾ വന്നിട്ട് എന്നെ മനസ്സിലായില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലായില്ല, വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ മനസ്സിലായില്ല എന്ന് പറയും. കാരണം മനസ്സിലായി എന്ന് പറയുന്ന മൊമെൻറ്റ് ഭയങ്കര അപകടകരമാണ്. അതെനിക്ക് മനസ്സിലായത്, എനിക്ക് എൻ്റെ ഒരു പ്രീ ഡിഗ്രി കാലത്ത് ഒരുമിച്ച് പഠിച്ചിരുന്നു. ഇപ്പോൾ അയാളുടെ പേര് എനിക്കറിയാം, ജയകുമാർ. എൻ്റെ തൊട്ടടുത്തിരുന്ന് പഠിച്ചിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് ഈ സിനിമാ പാട്ടുകൾ, ലളിതഗാനങ്ങളൊക്കെ വരികൾ മുഴുവനായിട്ട് അറിയാം. അന്ന് അയാളുടെ ആ സീറ്റിൽ വെച്ചിട്ട് മാത്രമേ പരിചയപ്പെട്ടുള്ളൂ. 2 വർഷം എൻ്റെ തൊട്ടടുത്ത സീറ്റിലുണ്ടായിരുന്നു. നമ്മൾ ഷെയർ ചെയ്തിരുന്ന ഒരു കാര്യം ഇത്, ഞാൻ ഈ പാട്ടുകളും പാടില്ല, പക്ഷെ എൻ്റെ വരികളും ഹൃദയസ്ഥായിരിക്കും. അപ്പോൾ
അന്നൊക്കെ ഹിറ്റായിട്ടുള്ളത് പിന്നെ തരങ്കിണി ഇറക്കിയിരുന്ന ഫെസ്റ്റിവൽ സോങ്സ് ഒക്കെയാണ്. ബിച്ചു തിരുമല ഒക്കെ എഴുതിയിരുന്ന അരയന്നമേ ആരോമലേ എന്നുള്ള പാട്ടുകളും ഒക്കെ. അതിൽ ലോങ് ഈ ശ്വാസം വിടാതെ പാടുന്ന വരികളുണ്ട്. അങ്ങനത്തെ വരികളുടെ ഒക്കെ കംപ്ലീറ്റ് ഭാഗം എനിക്കറിയായിരുന്നു. ഞാൻ അതിലൊരു സ്വയം ഒരു മതിപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജയകുമാറിന് അതിനേക്കാളും കൂടുതൽ അറിയാം. അത് പറഞ്ഞു വരുമ്പം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പരിചയം ഉണ്ടായിരുന്നു. അപ്പം പ്രീ ഡിഗ്രി കാലം കഴിഞ്ഞിട്ട് നമ്മൾ പിരിഞ്ഞു. അദ്ദേഹം വേറെ എവിടെ പഠിക്കാൻ വേണ്ടി പോയി. നമ്മളൊരു കോൺടാക്റ്റും മൊബൈലൊന്നും ഇല്ലാത്തൊരു കാലമാണ്. പോസ്റ്റ് കാർഡ് എഴുതുക എന്നുള്ളതാണ് അന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം. പക്ഷേ ജയകുമാറിൻ്റെ അഡ്രസ്സ് എനിക്കറിയായിരുന്നില്ല. പക്ഷേ യാദൃശ്യമായിട്ട് മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തിനെ ഒരു തവണ കണ്ടു. അയാൾ അതുപോലെ തന്നെ ഉണ്ട്. 2-3 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട്. അയാളായിട്ട് സംസാരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഒരു രീതിയിൽ ഓർമ്മ വരുന്നത് കാരണം കൊണ്ടാണ് അങ്ങനെ ഓർമ്മ വരാത്തത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആ സമയത്ത് ഒരു നാരങ്ങവെള്ളം കുടിക്കാം എന്ന് പറഞ്ഞാൽ അടുത്തുള്ള കടയിൽ പോയി ഇദ്ദേഹം മിഠായി വരണയുടെ മുകളിൽ കയ്യിലുള്ള ബുക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മെല്ലെ ബുക്ക് തുറക്കാൻ ശ്രമിച്ചപ്പോൾ ജയകുമാർ പറഞ്ഞു, എനിക്കെൻ്റെ പേര് ഓർമ്മ വന്നില്ല അല്ലേ എന്ന്. അത് മനസ്സിലാവും. നമുക്കിപ്പം ഒരാൾക്ക് മറ്റൊരാളുടെ പേര് ഓർക്കാൻ പറ്റുന്നില്ല, അയാൾ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോമൺ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അയാൾ വളരെ ഷാർപ്പായതുകൊണ്ട് അയാൾക്ക് മനസ്സിലായി. ചോദിക്കാനുള്ള ആർജവും സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്സും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതെനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. അന്ന് ശരിക്കും ഇല്ല എന്ന് പറഞ്ഞതോടുകൂടി എൻ്റെ പ്രശ്നം തീർന്നു. രണ്ടുപേരുടെയും പ്രശ്നം തീർന്നു യഥാർത്ഥത്തിൽ. അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കുന്നതിൻ്റെയോ ഒരു അകൽച്ച തോന്നുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ആരെങ്കിലും മനസ്സിലായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെറിയ സൂചനകൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ മനസ്സിലായിട്ടില്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വളരെ ഒഫൻസീവായിട്ടുള്ള രീതിയിലല്ല, പറ്റുന്ന പോലെ മയം ഉണ്ടാക്കിയിട്ട് പറയും. പക്ഷേ ആ ചോദ്യങ്ങൾ ഒരുപക്ഷെ ഒരു ഡിമെൻഷ്യ പേഷ്യൻറ്റിന് എത്രത്തോളം സ്ട്രഗിൾസാണ് ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത്രയാണ് എനിക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. കൂടുതൽ ഇത്തരം സ്ത്രീകൾ പിന്നെ ഈ ഡിമെൻഷ്യ പേഷ്യൻസിന് എണ്ണം വളരെയധികം ഉണ്ട്, വർദ്ധിക്കുന്നുണ്ട്. അതോടുകൂടി ഒരു കുടുംബത്തിലൊക്കെയാണ്. എൻ്റെ കേസിൽ ഞാൻ ബാച്ചിലറാണ് ആയിത്തോട്ടിരുന്നു. പിന്നെ എൻ്റെ 2 ബ്രദേഴ്സാണ് ഉള്ളത്. യങ് ഒരു അനിയനും ജ്യേഷ്ഠനുമാണ്. ഇവരുടെ 2 പേരും ഫാമിലിയൊന്നും ഇത്തരം ഇതിലേ കൂടെ കടന്നു കൊണ്ടുവന്നില്ല. കാരണം അവരൊക്കെ വിദേശത്താണുള്ളത്. അതുകൊണ്ട് അനിയന് കുറച്ചു കാലം ബാംഗ്ലൂർ ഉണ്ടായിരുന്ന കാലത്ത് ഇതിൻ്റെ ഏർലി ഫേസ് ആയിരുന്നു. പക്ഷേ ഇത് എന്താണ് വാട്ട് ടു എക്സ്പെക്റ്റ് എന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നു. വാട്ട് ഓൾ ടു ബി എക്സ്പെക്റ്റഡ്. ഇതിനകത്തൊരു പിൽക്കാലത്ത് ഇത് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം എനിക്കിത് പലപ്പോഴും കുറിച്ചിടണം എന്നൊക്കെ തോന്നിയിരുന്നു. പിന്നീട് അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നിയത് ബിനോയ് രാജ് എന്ന പേരുള്ള ഒരാൾ ഒരു അൽഷിമസ് പരിചാരകൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നുള്ള പേരിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനെ പരിചരിച്ചതിൻ്റെ പിന്നെ കാര്യങ്ങൾ വെച്ചിട്ട് വളരെ നല്ലൊരു പുസ്തകം. അതിന് നല്ലൊരു പുസ്തകം എഴുതാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ബേർഡനും ഒഴിവായി. ഗംഭീര പുസ്തകമാണത്. അന്ന് വാങ്ങിയിരുന്നല്ലോ. ഇത് ബേസ് ചെയ്തിട്ടൊരു നോവൽ എഴുതിയിട്ടുണ്ട് ഒരാൾ. ആണോ? ശ്രീകുമാർ എന്ന് പറഞ്ഞിട്ട്. ഡിമെൻഷ്യ ബേസ് ചെയ്തിട്ട് തമാശയൊക്കെ പറയാം, ഇങ്ങനെയൊക്കെയുള്ള സീരിയസ് ആണ് എനിക്ക് അറിയാം. അതെല്ലാം ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ പലതരം ഡിമെൻഷ്യ ഉണ്ട്. അതിൽ വളരെ കോമൺ ആയിട്ടുള്ള ഡിമെൻഷ്യയാണ് അൽഷിമസ് ഡിമെൻഷ്യ എന്നുള്ളത്. അതായത് ഏർലി കോൺസെപ്റ്റൊക്കെ ഉണ്ടാവും അതിനകത്ത്. 55 വയസ്സിൻ്റെ സമയത്തൊക്കെ ഉണ്ടാവും. അവർ ശരിക്കും പഠിക്കാൻ പറ്റും. അതായത് നമുക്ക് അമേരിക്കൻ അൽഷിമസ് അസോസിയേഷൻ പോലത്തെ സംഘടനകളൊക്കെ അവർ വലിയൊരു പ്രസൻസാണ് US-ലും ഒക്കെ. അവർ ഏർലി ഡിറ്റക്ഷൻ, ഡിമെൻഷ്യ ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സിംറ്റം മാത്രം ബേസ് ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഇത് നടത്തിയിട്ടോ ബ്രെയിൻ ടെസ്റ്റ്, അങ്ങനത്തെ ഒരു ടെസ്റ്റ്, ബ്രെയിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സ്രവം എടുത്തിട്ട് അത്തരത്തിലുള്ള ക്ലിനിക്കൽ എക്സാമിനേഷൻ, ലാബറട്ടറി എക്സാമിനേഷനിലൂടെ അത് തെളിയിക്കാൻ പറ്റില്ല. ഓട്ടോപ്സി പോലത്തെ സംഗതികൾ മാത്രമേ ഉള്ളൂ. അതായത് ആ മരണത്തിന് ശേഷം ഉള്ള വെരിഫിക്കേഷൻസ് മാത്രമേ ഇപ്പോഴത്തെ നിലയിൽ എന്ത് സ്കാനിങ്ങിൽ MRI സ്കാനിങ്ങിൽ കുറേ ഡീജനറേറ്റീവ് സിംറ്റംസ് ഒക്കെ കാണും. പക്ഷെ അതിനുള്ള ആൾക്കാരും വളരെ നോർമലായിട്ട് ജീവിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവർ വളരെയധികം ഉണ്ട്. കാരണം ബ്രെയിനിൻ്റെ
ഒരുപാട് ഭാഗങ്ങൾ അണ്ടർ യൂട്ടിലൈസ്ഡാണ്. ഉള്ളതിൻ്റെ 10% മാത്രമേ ആവശ്യമുള്ളൂ ശരിക്കും, അല്ല ഉപയോഗിക്കുന്നുള്ളൂ ആൾക്കാർ. ആവശ്യമുണ്ടോ ഇല്ലോ അറിയില്ല. പിന്നെ അതിന് റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റും ഫങ്ഷൻസ്. ഒരു ഭാഗം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഗ്രാജുവലി മറ്റൊരു ഭാഗത്തിന് ആ ഫങ്ഷൻസൊക്കെ. അപ്പോൾ ഈ ഡിമെൻഷ്യ പേഷ്യൻസിൻ്റെ കേസിൽ ഞാൻ ചോദിച്ചത് അവർ ഹ്യൂമർ ആയിട്ട് റിലേറ്റ് ചെയ്യുമെന്നുള്ളത്. അൽഷിമസ് ഡിമെൻഷ്യയുടെ കേസിലാണെങ്കിൽ ഈ അമേരിക്കൻ അൽഷിമസ് അസോസിയേഷനൊക്കെ അവർ ഈ ഡിമെൻഷ്യ ഉള്ള ലൈഫിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ പ്രിപ്പയർ ചെയ്യും. അതിനുള്ള സ്കീമും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വർഷങ്ങളോളം ഇത് ഡിസീസ് അഡ്വാൻസ് ചെയ്യുന്ന വളരെ അഡ്വാൻസ് സ്റ്റേജ് വരെ ഒരാൾക്ക് സ്വന്തം കാര്യങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവരുടെ കുറച്ചൊക്കെ സപ്പോർട്ട് വർദ്ധിപ്പിക്കേണ്ടി വരും. എന്നാലും അവർക്കത് പ്രിപ്പയർഡ് ആവുകയും അതിനോട് കോപ്പി ജീവിക്കാനും സ്വതന്ത്രമായിട്ട്. കാരണം അവിടെ സ്വാതന്ത്ര്യം എന്നുള്ള വളരെ പ്രധാനം. നമ്മുടെ നാട്ടിൽ അതുണ്ട്. അത് കെയർ ഹോംസും ഒക്കെ വരുമ്പം വീട്ടിൽ തന്നെ ആൾട്ടറേഷൻസ് ഒക്കെ വരുത്താൻ പറ്റും. പക്ഷേ അതിലുപരിയായിട്ട് അവർക്ക് എന്താണ് അങ്ങനെ ഒരു ന്യൂറോളജിസ്റ്റ് ശരിക്കും, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹത്തിൻ്റെ ഡിസീസിൻ്റെ അഡ്വാൻസ്മെൻറ്റിനെ പറ്റി തന്നെ പ്രഭാഷണം പോലും നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് സ്റ്റേജ് എന്താണെന്ന് എനിക്കറിയില്ല. 2 വർഷം മുമ്പ് വരെ അദ്ദേഹം പ്രഭാഷണത്തിന് വന്ന് നിൽക്കുമ്പം ഇദ്ദേഹം കുറിപ്പുണ്ടാവും. അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പോഴും ഇന്ന കാര്യങ്ങൾ എനിക്ക് എന്നെപ്പറ്റി തന്നെ അറിയില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അത് അദ്ദേഹത്തിന് ഓർമ്മയുള്ള കാര്യങ്ങൾ. അങ്ങനെ ഒരു പ്രഭാഷണം അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ വിജയരാഘവൻ്റെ ആ ക്യാരക്ടറിനെ പോലത്തെ കിഷ്കിന്ദ ഖണ്ഡത്തിൽ അയാൾ ചെറിയ കുറിപ്പ് കണ്ടിട്ടുണ്ടോ? അയാൾ ചെറിയ കുറിപ്പുകൾ എഴുതി വെക്കുക ഓരോരുത്തരും, ഓരോ വ്യക്തിയെ പറ്റിയും സംഭവത്തിനെ പറ്റിയിട്ടും. എന്നിട്ട് ആൾക്കാർ വരുമ്പം ഇങ്ങനെ നോക്കിയിട്ട് ചെറിയ ഫ്ലിപ്പ് ചെയ്ത് അവർ വായിച്ചു. അപ്പം മകൻ്റെ സർജറി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്, അപ്പോൾ അത് ഓർക്കുന്നുണ്ടെന്ന് മറ്റേ ആൾ വിചാരിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഹ്യൂമറിനെ എനിക്ക് തോന്നുന്നില്ല. ഹ്യൂമർ ഡിപ്പെൻസ് എന്ത് തരം ഡിമെൻഷ്യയാണ്. ഇപ്പം അത് ഏതെങ്കിലും പൊതുവേ ഗ്ലൂമി ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. എക്സ്പ്രഷൻസും ഇത് കുറയും. ക്ലാസ് ഡിഫറൻസ് ഉണ്ട് തോന്നുന്നില്ല. എനിക്കൊന്നും അങ്ങനത്തെ സ്റ്റഡീസൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഒരു കാഷ്വൽ ഒബ്സർവേഷൻ വെച്ചൊന്നും പറയുന്നത് ശരിയല്ല. അത് ഈ പറഞ്ഞ പോലെ അൽഷിമസ് ഡിമെൻഷ്യ അല്ല ഇരിക്കാം. ഒരുപക്ഷെ അതിൻ്റെ എലമെൻസും മൾട്ടി ഇൻഫാർക്റ്റ് ഡിമെൻഷ്യ എന്നാണ് ഡോക്ടർ പ്രദീപ് കുമാർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സംശയമാണത്. അദ്ദേഹം പറയുന്നത് പ്രൊലോങ്ഡ് അൺമാനേജ്ഡ് ഡയബറ്റിക്സ് ഉള്ള ആൾക്കാർ ചെറിയ ഇൻഫാക്ട്സ്, ചെറിയ രക്തക്കൊഴലുകൾ ബേസ്റ്റ് ചെയ്യുന്ന, ബ്രെയിനിൽ ബേസ്റ്റ് ചെയ്യുന്ന ചെറിയ വലിയതാകുമ്പോഴാണ് നമ്മൾ ഹെമറേജ്, മറ്റേ സ്ട്രോക്ക് എന്നൊക്കെ പറയുന്നത്. ഹെമറേജ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ബ്ലോക്കായി നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ ഹെമറേജ് ഉണ്ടാകുന്നതിന് ഇല്ലില്ല. അതിൻ്റെ സ്വഭാവം വെച്ചിട്ട്, അതായത് മറ്റേത് സ്കാനിങ്ങിലൊക്കെ മനസ്സിലാവും സ്ട്രോക്കിൻ്റെ ഒക്കെ ഈ ഹെമറേജോ ബ്ലോക്കൊക്കെ ഉള്ളത്. ഇതിൽ പിന്നെ അത്രയും ചെറുതായതുകൊണ്ട് സ്കാനിങ്ങിൽ അറിയില്ല. അൽഷിമസ് പൊതുവെ ഏർലി ഓൺസെറ്റാണ് സാധ്യത. ഇപ്പോൾ അമേരിക്ക കേസിൽ 75+ ആ സമയത്താണ് വരുന്നത്. 10 വർഷത്തോളം നമുക്കറിയുന്നത്. പക്ഷെ അതിനു മുമ്പേ ഉണ്ടായിട്ടുണ്ടാവാം. ഈ 10 വർഷം എന്തെങ്കിലും ഹോസ്പിറ്റലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഉണ്ട്. എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ? അന്നുവരെയൊക്കെ ഒരു ഡയഗ്നോസിസ് ലെവലിലോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ലെവലിലോ എന്തെങ്കിലും അഡ്വാൻസ്മെന്റ് ഒക്കെ ഉണ്ടായെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഈ അവയർനെസ് വർദ്ധിച്ചിട്ടുണ്ട് പൊതുവെ. എനിക്ക് ഡോക്ടർമാരൊക്കെ ഏകദേശം വാട്ട് ടു എക്സ്പെക്റ്റ് എന്നുള്ളതും ചില കാര്യങ്ങളൊക്കെ അവർ കുറച്ചുകൂടി ഇൻഫോംഡ് ആണ്. മറ്റേ നിംഹാൻസിലുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഞാനൊരു സ്ട്രേ ഇൻസിഡൻ്റ് ആയിട്ട് എടുക്കുന്നു. പക്ഷേ ഹി വാസ് നോട്ട് ടോൾ സ്യൂട്ടബിൾ ഫോർ ദാറ്റ്, ഓർ മേ ബി ഹി ഹാസ് നോട്ട് ഡൺ ഹിസ് ഹോംവർക്ക് എന്നുള്ളത് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. മറ്റ് ഉണ്ട്. ഇപ്പം അമ്മയുടെ കേസിൽ ന്യൂറോളജിക്കൽ മെഡിസിൻസ്, അമ്മയുടെ കേസിൽ മാത്രമല്ല എനിക്കറിയുന്ന 3-4 ആൾക്കാരുടെ കേസിൽ ന്യൂറോളജിക്കൽ മെഡിസിൻസ് എപ്പോഴും സിറ്റുവേഷൻ അഗ്രവേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. 2 കൂട്ടർക്കും, കെയർ ഗിവേഴ്സിനും വീട്ടിലുള്ളവർക്കും
പിന്നെ പേഷ്യൻസിന് അവർ യൂഷ്വലി ന്യൂറൽ ഗ്രോത്തിനൊക്കെയുള്ള മരുന്നാണ് കൊടുക്കുക. ഒപ്പം അത് എക്സൈറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കും പലപ്പോഴും, അലേർട്ട്നെസ് എക്സൈറ്റ്മെൻറ്റ്സ് ഒക്കെ വർദ്ധിക്കുന്ന രീതിയിൽ. അപ്പോൾ അത് നമുക്ക് ഒരു എന്തെങ്കിലും ഒരു കേപ്പബിലിറ്റി കുറയുകയും അതേസമയത്ത് നമുക്ക് ആത്മവിശ്വാസം ഭയങ്കരമായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്ന നല്ലൊരു കോമ്പിനേഷനല്ല. അതേസമയത്ത് സൈക്യാട്രിസ്റ്റുകളുടെ അപ്രോച്ച് കുറച്ച് വ്യത്യാസമാണ്. അവരെ ഈ എങ്ങനെ രണ്ടു കൂട്ടരുടെയും ക്വാളിറ്റി ഓഫ് ലൈഫ് ബെറ്റർ ചെയ്യാമെന്നാണ് ആലോചിക്കുക. ഇത് അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് വരുന്ന 1-2 മോളിക്യൂൾസ് ഉണ്ട്. അരിസെപ്റ്റ് എന്ന് പേരുള്ളൊരു ടാബ്ലറ്റ് ഉണ്ട്, മെമാൻറ്റിൻ എന്ന് പേരുള്ളൊരു മോളിക്യൂൾ ഒക്കെയാണ്. അതിന് 12% ആയിരുന്നു. ഞാൻ മുമ്പൊന്നും നോക്കിയിട്ടില്ല. അതിൻ്റെ മുമ്പത്തെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സിഗ്നിഫിക്കൻ്റ് എഫക്റ്റ് അല്ല. 100 പേർക്ക് കൊടുത്തിട്ട് 12 പേഷ്യൻസിന് അതിൻ്റെ അകത്ത് ബെറ്റർ ആണ് എന്നുള്ള സംശയമാണ്. അതും വളരെ മാർജിനലായിട്ടുള്ളത്. ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ട്, കോൺസ്റ്റിപ്പേഷൻ, പിന്നെ അസിഡിറ്റി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ അത് ഒരു യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഇതുവരെ കണ്ടതിൽ ആർക്കും കുറച്ച് കാലത്തെ ഉപയോഗത്തിന് ശേഷം വേണ്ടാന്ന് വെക്കുന്നതായിരുന്നു അവർക്ക് നന്നായിരുന്നു. ഏതെങ്കിലും ഡോക്ടർമാർ ഇതിൻ്റെ ഒരു സാധ്യതകളെ പറ്റി ശ്രമിച്ചിട്ടുള്ളതൊക്കെ അറിയുന്നു? അതായത് ഇപ്പോൾ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് അപ്പുറത്തേക്ക് ഇതിനൊരു കേസ് സ്റ്റഡി ആയിട്ട് എടുത്ത് മുന്നോട്ട് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ ബിഹേവിയറലായിട്ടുള്ള ലെവലിലുള്ള തെറാപ്പി മാത്രമേ ഞാൻ നെറ്റിലാണെങ്കിലും കണ്ടിട്ടുള്ളൂ. മറ്റ് ഇതിനുള്ള റിസർച്ച് മുഴുവൻ ഇപ്പോഴത്തെ മെഡിസിൻ ഇൻവെൻറ്ററി എന്ന് പറയുന്നത് മുഴുവൻ വേറൊരു തലത്തിലാണല്ലോ നടക്കുന്നത്. ക്ലിനിക്കൽ എക്സാമിനേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചൊക്കെയാണ്. അതിൽ തന്നെ വെൽക്കം ഗ്രൂപ്പൊക്കെ ആയിരുന്നു. വെൽക്കം ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ലായിരിക്കും, വെൽക്കം മറ്റേ ഫാർമസി കമ്പനിയില്ലേ, അവരൊക്കെ ഇതിനായിട്ട് ധാരാളം ഫണ്ട് ചെലവഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവര് പറഞ്ഞതുപോലെ ഒരു മാറ്റവും ചില മേഖലകളാണ് ഇതിനുള്ള മരുന്ന് സപ്രസ് ചെയ്യാൻ ആക്ടിവിറ്റി ലെവൽ. ഒന്ന് നമ്മൾ മാറ്റം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്, മാറ്റം ആഗ്രഹിക്കാനും പറ്റാത്തതാണ്. അത് രണ്ട് രീതിയിൽ മാറ്റം ഇല്ലാതിരിക്കാൻ സാധ്യത ഉണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ എക്കണോമി ഉണ്ട്. അതായത് നമ്മൾ ജെറിയാട്രിക്സ് എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഇപ്പം ഈ അടുത്ത കാലം വരെ ഹോസ്പിറ്റലുകളിലോ മെഡിക്കൽ കോളേജുകളിലോ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലായിരുന്നു. അമൃതയിലുണ്ടെന്ന് തോന്നുന്നു, വേറെ എവിടെയുള്ളതെന്ന് അറിയില്ല കേരളത്തിൽ. ഏറ്റവും ആദ്യം ഒരുപക്ഷെ മദ്രാസ് മെഡിക്കൽ കോളേജിലാണ് ഡോക്ടർ നടരാജൻ, അദ്ദേഹമാണ് എനിക്കൊന്ന് 80s തന്നെ അദ്ദേഹം അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങി. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ. അതേസമയത്ത് പീഡിയാട്രിക് ഇത് നമ്മൾ കാണുക. ഇതിനുള്ള കാരണം ഒരു പൊളിറ്റിക്കൽ എക്കണോമിക് റീസൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റേത് ഭാവിയിലേക്കുള്ള വാഗ്ദാനങ്ങളും ഇവർ അല്ലാത്തവരുമാണ് എന്നുള്ളതുകൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഗ്രാജുവലി ഈ പോപ്പുലേഷൻ വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും കെയർ ഹോംസും ഇതൊക്കെ വർദ്ധിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ, കെയർ ഹോംസ് അല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ സീനിയർ ലിവിങ് ഫെസിലിറ്റി ഒരു വലിയൊരു സാധ്യതയുള്ള മേഖലയായിട്ട് കേരളം ഇപ്പം കോയമ്പത്തൂര് ഇതിൻ്റെ ഒരു ഹബ്ബാണ്. കുറേ കോയമ്പത്തൂർ സീനിയർ ലിവിങ് ഫെസിലിറ്റി വൻതോതിലുണ്ട്. അതിൻ്റെ അഡ്വർടൈസ്മെൻ്റൊക്കെ കാണാം. മെഡിക്കേഷൻ ഹിസ്റ്ററിയാണ് പറയുന്നത് വെച്ചാൽ പരീക്ഷിക്കുകയും ഇല്ല, ആ രീതിയിൽ ക്ലിനിക്കലായിട്ടൊന്നുമില്ല. ഇല്ല, അയാൾ വളരെ കെയർഫുള്ളുമാണ്. അയാൾക്ക് നല്ല ജഡ്ജ്മെൻറ്റും ആണെന്ന് തോന്നുന്നു. കാരണം അതൊരാൾ അങ്ങനെ ഒരാൾ പറയേണ്ട കാര്യമല്ല. അത് പിന്നെ എനിക്ക് തോന്നുന്നത് അമൃതയിലോ മറ്റോ, കൊച്ചിയിലുള്ള അവിടുത്തെ ഒരു ന്യൂറോളജിസ്റ്റ് അത് ബെറ്റ് ചെയ്തിട്ടുണ്ട് പുസ്തകം നന്നായിട്ട്. പിന്നെയുള്ള കാര്യം നേരത്തെ ചോദിച്ച മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് അല്ല, എന്തെങ്കിലും മെഡിസിൻ ഉണ്ടോ? ഇതിപ്പം കോൺട്രവേഴ്സ്യലാവാം. ഇപ്പം ഞാൻ പറയുന്ന ഈ കഴിഞ്ഞൊരു 5-8 മാസം മുമ്പ് തൊട്ടിട്ട് നമുക്കൊരു ഹോമിയോ മെഡിസിൻ കൊടുക്കുന്നു. ആ മെഡിസിൻ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ വേറൊരാളുടെ ആവശ്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടുപോയതായിരുന്നു. അപ്പോൾ ഞാൻ ഈ പ്രശ്നം ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം അതിൽ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഒരു മരുന്ന് നമുക്ക് കൊടുക്കാം, മറ്റേ ഇപ്പോൾ നിലവിലൊന്നും നിർത്തണ്ട എന്നുള്ളൊരു ബോണസ് ഓഫറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരുന്ന് വളരെ സിമ്പിൾ മരുന്നാണ്. 5 ഡ്രോപ്പ് മരുന്ന് 2 നേരം കൊടുക്കണം.
3 ഗുളിക വെച്ച് 3 നേരം കൊടുക്കാൻ. കാപ്പി ചായ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് കാപ്പി ചായയും കൊടുക്കുന്ന നിർത്തിയിട്ട് ഗ്രീൻ ടീ ഒക്കെ കൊടുക്കാം. അത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ വെക്കും. ഇതുവരെയാണ് ആകെ മാറ്റം വരുത്തിയിട്ടുള്ളത്. പക്ഷേ ഓവർ ദ പീരീഡ് ഓഫ് ടൈം ഷീ ഹാസ് റെസ്പോണ്ടഡ് വെരി വെൽ. ഈ മെഡിസിനോടാണോ അല്ല മെഡിസിൻ അല്ലാതെയാണോ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. 8 മാസം 8 മാസത്തിനുള്ളിൽ തന്നെ ഗ്രാജുവലായിട്ട് ആ വ്യത്യാസം. ഇതിപ്പം എനിക്കറിയുന്ന കുറേ എങ്ങനെയൊക്കെയോ ഈ പിന്നെ ഇപ്പോൾ പാലിയേറ്റീവ് കെയറിൽ നഴ്സുമാരോ പരിചയമുള്ളവരോ അമ്മയുടെ കത്തീറ്റർ മാറ്റാൻ വേണ്ടി വരുന്ന നഴ്സുമാർ പറഞ്ഞിട്ടൊക്കെ ആയിട്ട് 3-4 ഡിമെൻഷ്യ പേഷ്യൻസിൻ്റെ കെയർ ഗിവേഴ്സ് തന്നെ കോൺടാക്ട് പല രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അക്കൂട്ടത്തിൽ ഈ കാര്യം പറഞ്ഞപ്പം 3 പേര് ഇത് 2 പേരും കൂടി അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവർക്കും വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അതിന് ഇതിൽ ഒരാളുടെ കേസിൽ അവരൊരു മരുന്ന് നിർത്തിയിരുന്നു. അതിൻ്റെ ഗുണമാണോ എന്നറിയില്ല. ഈ പിന്നെ ഈ അരിസെപ്റ്റ് മെമാൻറ്റിൻ എന്നൊക്കെ ഉള്ളത് അത് ഒരു ബ്രെയിൻ ഫോഗ് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ. അതിന് അതാണോ? അപ്പോൾ നമുക്കതിനെപ്പറ്റി പക്ഷേ ഇത് അക്നോളജ് ചെയ്യാണ്ടിരിക്കേണ്ടെന്ന് തോന്നുന്നു എനിക്കൊന്ന് ഈ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അത് എൻ്റെ കസിൻസായിട്ടുള്ള 2 ഡോക്ടേഴ്സും പറഞ്ഞ് ഗിവൺ ദ ഫാക്ട് ദാറ്റ് നോ അതർ മറ്റേ മോഡേൺ മെഡിസിൻ്റെ റെജിമിൽ ഡ്രഗ് റെജിമിൽ മാറ്റമൊന്നും വരുത്തില്ലാത്ത സ്ഥിതിക്ക് അതുകൊണ്ടൊന്നുമല്ല. അപ്പം മറ്റൊരു എക്സ്റ്റേണൽ വേറൊരു ഫാക്ടർ ആയിരിക്കും. അത് ചിലപ്പോൾ ഇതിനോട് ആട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ഈ 3 മാസത്തിലൊരിക്കൽ സിലിക്കൺ കത്തീറ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3 മാസത്തിലൊരിക്കലാണ് കത്തീറ്റർ മാറ്റേണ്ടത്. വേണ്ടി വരാം. നമുക്ക് വലിയൊരു പേടി സ്വപ്നം ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ വരുമ്പോൾ ഓരോ തവണയും കൾച്ചർ ചെയ്തിട്ട് അതിന് പറ്റുന്ന ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ബിൽഡ് ചെയ്തിരിക്കാം ബാക്ടീരിയ. അപ്പോൾ അതേ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കൃത്യമായ പ്രോട്ടോക്കോളിൽ അത് എഴുതിയിടണം. നമ്മൾ സാധാരണ ആൾക്കാർ ചെയ്തൊന്നും വരില്ല. ഡോക്ടർമാരെ ഇൻസ്ട്രക്ട് ചെയ്തൊന്നും വരില്ല. നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നവർ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അടുത്ത ഇല്ല. അതെന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ മരുന്നുകൾ എഴുതി വെച്ചിട്ട് പിന്നെ നമുക്ക് 11ഓളം ആൻറ്റിബയോട്ടിക്സ് പലതവണയായിട്ട് ഉപയോഗിച്ചിട്ട് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റിനെന്ന് മനസ്സിലാവുന്നതോടുകൂടി എൻ്റെ കസിനായിട്ടുള്ള ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പം ഇനിയുള്ള ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിച്ച് ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റാതായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ICUവിലൊക്കെ ഉപയോഗിക്കേണ്ട തരം ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അതിൻ്റെ ബേസിൽ പിന്നെ ബഷീർ സാറിനൊക്കെ ആയിട്ട് ചേർന്ന് ബഹുമൂത്രൻ ഡോക്ടറൊക്കെ ഒത്താശയോടുകൂടി ഞാൻ പോൾ ഡോക്ടറെയും യൂറോളജിസ്റ്റ് യൂറോ സർജന്മാരെയൊക്കെ കൺസൾട്ട് ചെയ്തു. 3 പേരെയും കണ്ടിട്ടുണ്ട്. പോൾ ജോണി ഡോക്ടർ പിന്നെ ഹരീഷ് പിന്നെ ഇദ്ദേഹത്തിനുള്ള 2 ഇവരൊക്കെ പറഞ്ഞത് പിന്നെ ഡയബറ്റിക് ആയതുകൊണ്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇനിയും റിക്കവർ ചെയ്യാം. കത്തീറ്ററൈസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. ഗ്രാജുവലി എല്ലാവരിൽ നിന്നും പിന്നീടുള്ള ഡിസ്കഷന് ഒന്ന് ബ്ലാഡർ വാഷ് എന്നുള്ള കാര്യങ്ങൾ വഷളാവുന്നതിന് മുമ്പേ ചെയ്യുക എന്നുള്ളതാണ്. കത്തീറ്റർ സമയത്ത് മാറ്റുക, വളരെ കെയർഫുള്ളായിട്ടിരിക്കുക ഈ എൻ്റെ ക്ലീൻലിനെസ്സും ഒക്കെ ആയിട്ട്. പിന്നെ അങ്ങനെ ഡോക്ടർ ഹരീഷൻ ഡോക്ടർ പറഞ്ഞത് ബാക്ട്രിം പഴയ ജനറേഷനിലുള്ള ഡ്രഗാണ്, സൾഫർ ഡ്രഗാണ്. അത് അതിൻ്റെ അകത്ത് 2 കമ്പോണൻസ് ഉണ്ട്. ട്രൈമെത്തോപ്രൈം അത് മാത്രമായിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് 100 mg അത് മാത്രമായിട്ട് ബാക്സ്റ്റോൾ അത് ഡെയിലി കൊടുക്കാൻ പറഞ്ഞു പ്രൊഫൈല് പ്രിവെൻറ്റീവായിട്ട്. അത് കഴിഞ്ഞ 3 വർഷമായിട്ട് കൊടുക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. കൊടുക്കാം. ഇങ്ങനെ കൊടുക്കാവുന്നതായിട്ട് പാലിയേറ്റീവ് എന്നൊക്കെ പറഞ്ഞ മരുന്ന് നൈട്രോഫ്യൂറൻറ്റോയിൻ ആയിരുന്നു, നിഫ്റ്റാസ് ഒക്കെ. നൈട്രോഫ്യൂറൻറ്റോയിൻ പക്ഷേ 1 മാസം കഴിയുന്നതിന് മുമ്പേ നമുക്ക് ലിവർ ടോക്സിറ്റി പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അത് ഇറ്റ് വാസ് അറിയാവുന്ന ഒരു കോംപ്ലിക്കേഷൻ ആയിരുന്നു. പക്ഷേ ഇവിടെ ആർക്കും അറിയായിരുന്നില്ല.
അത് പിന്നെ ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അപ്പാരൻ്റ്ലി US പോലത്തെ രാജ്യങ്ങളിലൊക്കെ വളരെയധികം ഈ ഡിമെൻഷ്യയായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല അല്ലാതെ തന്നെ അതിന് കൊടുക്കുന്ന പ്രിവെൻറ്റീവായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് നൈട്രോഫ്യൂറിൻ്റെയാണ്. കാരണം അത് യൂറിനിൽ കൂടി ഒരുപാടായിട്ട് ഫാർമക്കോകൈനറ്റിക്സിൻ്റെ ഭാഗമായിട്ട് അത് രീതി അങ്ങനെ ആയതുകൊണ്ട് ഇത് യൂറിനിൽ കൂടി എക്സ്ക്രീറ്റ് ചെയ്യും. അപ്പം യൂറിൻ ഡിസിൻഫെക്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മരുന്നാണ്. അപ്പോൾ ട്രാക്ട് ഇൻഫെക്ഷൻ കൊടുക്കുന്നു. പക്ഷെ അതിന് US ഉണ്ടായിട്ടുള്ള ലിവർ ടോക്സിറ്റി കേസുകളിൽ ബഹുഭൂരിപക്ഷവും നൈട്രോഫ്യൂറിൻ്റെൻ ടോക്സിറ്റി കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കുറേ ഉണ്ട്. ഈ ഒരു ഫിറ്റ്സ് വരാതിരിക്കാൻ കൊടുക്കുന്ന ഒരു മരുന്നുണ്ട്, ലെവിട്രാസെറ്റം കൺവൾഷൻ ആൻറ്റി കൺവൾസൻ്റ് ആണ്. അത് കൊടുക്കുമ്പോൾ അത് എന്തോ കാരണവശാൽ അതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് സോഡിയം കുറയും, ഡ്രെയിൻ ഉണ്ടാവും. സോഡിയം കുറഞ്ഞിട്ട് കൺവൾഷൻസ് ഉണ്ടാവും. അപ്പം ദ വെരി മെഡിസിൻ ദാറ്റ് വി ആർ ഗിവിങ് ടു കൺട്രോൾ കൺവൾഷൻസ് ആക്ച്വലി ക്രിയേറ്റ്സ് കൺവൾഷൻ, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് അതിന് ഇപ്പം പരിഹാരമില്ല. ഇതറിയാമായിരുന്നല്ലേ ഗോവിന്ദരാജനൊക്കെ അറിയാം, പക്ഷെ ഡോക്ടർമാർക്ക് അറിയില്ല. നമുക്ക് പറയാനും പ്രശ്നമാണ്, കാരണം അവരുടെ ഈഗോ ഹേർട്ടായ പ്രശ്നം. സോഡിയം അല്ല, മറ്റേ ഇതാണോ നാട്രിയം? പക്ഷെ അത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് സപ്ലിമെന്റിങ് സോഡിയം. ഫുൾ ടൈം ഹോം നേഴ്സ് ഉണ്ടോ? അമൃത സപ്പോർട്ടീവായിട്ട് ഒരാളുണ്ട്. അവര് നഴ്സിംഗ് ഒന്നും പഠിച്ചിട്ടുള്ളതല്ല. അവര് അവരുടെ ഏറ്റവും എലിമെന്ററി ആയിട്ടുള്ള കെയർ മാത്രം ചെയ്യുന്നുള്ളൂ. 3 പേരുണ്ടായിരുന്നു. നമ്മുടെ മൊബൈലിറ്റി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവസാനം ഞാൻ നോക്കിയപ്പം എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി കുറയുന്നില്ല, നമ്മൾ ആൾക്കാരെ വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് ഒരാൾ മതി ചെയ്യാൻ. ഇപ്പോൾ ഫുൾ ടൈം ആണോ? അവർക്ക് എത്രയും ഇല്ലില്ല. അവർ നഴ്സിംഗ് പഠിച്ചിട്ടില്ല. നഴ്സിംഗ് പഠിച്ചിട്ടുള്ള ആൾക്കാരെ കൊണ്ടുള്ള യൂട്ടിലിറ്റി വളരെ മിനിമലായിട്ടാണ് കണ്ടത്. പിന്നെ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുള്ള ആൾക്കാർ എൻ്റെ അനുഭവത്തിൽ ഇത് യൂണിവേഴ്സിറ്റിയായിട്ട് എല്ലാവർക്കും അല്ല ആപ്ലിക്കബിൾ ആയിരിക്കില്ല. ഞാൻ ഇനി പറയുന്ന കാര്യം, അതായത് അവർക്ക് ഈ നഴ്സിംഗ് പഠിച്ചിട്ട് വരുന്ന ആൾക്കാർക്ക് അവരെ നമ്മളൊരു വീട്ടിനകത്ത് നമ്മുടെ കുടുംബത്തിൽ താമസിപ്പിക്കാനല്ലോ. അവര് ഒരുപാട് ഡിമാൻഡ്സും, ഒന്നും പട്ടണത്തിന്റെ മുകളിലുള്ള ഡിമാൻഡ്സാണ്. പിന്നെ ഇങ്ങനെയുള്ളത് പാടില്ലാന്നോ ഇങ്ങനെയുള്ളത് വേണമെന്നോ ഒക്കെ പറയുന്നതാണ്. അതിപ്പോൾ നമ്മുടെ ചിട്ടയായിട്ട് ശരിയാണ്, അത് നമ്മൾ പരിഗണിക്കേണ്ട കാര്യമാണ്. അത് അവർക്ക് ഡിമാൻഡ് ചെയ്യാൻ ഉള്ള അർഹതയുണ്ട്. പിന്നെയുള്ളത് അവർ ചില വർക്കുകൾ ചെയ്യില്ല. അതിൽ ചിലത് ഈ ഇപ്പം ഡയപ്പർ ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അവർ ടേബിളിൽ വെക്കും. അത് ഡിസ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അടുത്ത മുറ്റത്തുള്ള പുറത്ത് വനാന്തരത്തിലുള്ള ബക്കറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത് അതിനൊരാൾ വേണം. അങ്ങനത്തെ കുറേ പിടിവാശികൾ ഉണ്ടാവും. ഞാൻ പിടിവാശി എന്ന് പറയാൻ കാരണം ഇത് കൊണ്ട് വലിയൊരു നമുക്കൊരു വലിയ അവരെ സഹായിക്കാൻ ഒരാൾ എപ്പോഴും വേണ്ടി വരും. അവരെ കൈ നീട്ടുമ്പോൾ അവരുദ്ദേശിക്കുന്ന സാധനം എടുത്തു കൊടുക്കുന്ന ഒരാൾ നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ ടീമിൻ്റെ അകത്ത് തന്നെ കണ്ടെത്തേണ്ടി വരും. അത് പിന്നെ കുറച്ചുകൂടി എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ അവർ ചില കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ പറയുന്നത് നമ്മൾ വളരെ വിധേയരാണെങ്കിൽ ആ മോമെന്റിൽ പലപ്പോഴും ഞാൻ എല്ലാവരും പറഞ്ഞു വിട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ വന്നിട്ടുണ്ട് പലപ്പോഴും. പിന്നെ അവർ പലപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഈ പേഷ്യൻ്റ് എവിടെ ആയിരിക്കണം റൂമിൽ വീട്ടിനകത്ത് പ്ലേസ് ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ അമ്മയെ ആദ്യം സെൻട്രൽ ഹാളിൽ എല്ലാവരുടെയും അറ്റൻഷൻ കിട്ടുകയും ഒപ്പം TV അവിടെയാണുള്ളത്. അവിടെ കട്ടിൽ വെക്കാന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഒബ്ജക്റ്റ് ചെയ്തിട്ട് ഒരു ബെഡ്റൂമിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. അതിന് കാരണം പറഞ്ഞത് ക്ലീനിങ് അങ്ങനത്തെ ഒരുപാട് കാര്യത്തിൽ പ്രൈവസി ആവശ്യമുണ്ട് എന്നുള്ളത്. ആ റൂം അവർ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യും. നമുക്ക് 2 ബെഡ്റൂമേ ഉള്ളൂ ക്വാർട്ടേഴ്സിൽ. അതിൻ്റെ ഒരു അപകടം, ഇവർ ഇപ്പം ബാത്റൂമിൽ
പോയിരിക്കുകയാണ് ഈ കെയർ ചെയ്യുന്ന സ്റ്റാഫ്. ആ സമയത്ത് ഒരു ചുമയോ എന്തെങ്കിലും പ്രശ്നങ്ങളോ അമ്മക്കുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും, നമുക്ക് അതിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ വരുന്നു. അപ്പോൾ ഞാൻ വളരെ പിടിവാശിയോടുകൂടി സെൻട്രൽ ഹാളിൽ തന്നെ വേണം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പേരിൽ ആദ്യത്തെ വന്ന നേഴ്സുമായിട്ട് ഒരു സ്വരച്ചർച്ചയില്ലാതെ വരികയും അത് ഈ പ്രശ്നം എല്ലാ പ്രവൃത്തികളിലും റിഫ്ലക്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നു. ഇതൊക്കെ ട്രെയിൻഡായിട്ടുള്ള ഇപ്പം പുതിയ കെയർ ഗിവിങ്ങിന് പ്രൊഫഷണൽ കെയർ ഗിവിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസികൾ ധാരാളം വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൽ 1-2 ഏജൻസികളായിട്ട് ഇടപെടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. അവരൊരുപാട് കാര്യങ്ങൾ ഇവരുടെ റെസ്ട്രിക്ഷൻസ് അവർ നിർദ്ദേശിക്കുന്നതാണോ എന്നറിയില്ല. വളരെ അൺഫ്രണ്ട്ലി ആയിട്ടാണ് തോന്നിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ. എൻ്റെ അനുഭവം അങ്ങനെയാണ്. അമ്മ കെയർ ചെയ്യാൻ വന്നിട്ടില്ല. കുറേ കഴിയുമ്പോൾ നമ്മളെ ഹൗസ് ഈസ് അണ്ടർ സീജ് എന്നുള്ളൊരു ഫീലിംഗ് വരും. നമ്മൾ ഒരുപക്ഷെ മറ്റൊരു ഗൃഹത്തിലും ഫാമിലിയിലും ചെന്ന് ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇതിനകത്ത് വരുന്നുണ്ട്. അതൊരു തരം ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്നുണ്ടാവും. അതുമാത്രമല്ല അത് പലപ്പോഴും ഫീമെയിൽ കെയർ ഗിവേഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവും. അങ്ങനെ വരുന്നത് അവരാണ് സപ്ലൈ കൂടുതൽ മാർക്കറ്റിൽ, ജോബ് മാർക്കറ്റിൽ. അപ്പോൾ അങ്ങനത്തെ ചില സ്റ്റിപ്പുലേഷൻസ് ആവശ്യമായിരിക്കാം. പക്ഷേ ഇത് എവിടെയെങ്കിലും ഒന്ന് ഇത് ചെയ്ത് വരേണ്ടതുണ്ട്, ബാലൻസ് ചെയ്ത് വരേണ്ടതുണ്ട്. ഹെൽപ്പ് ഗ്രൂപ്പുകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ? ഇല്ല, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംവിധാനം ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. അതിനുള്ള പോസിബിലിറ്റി ഇപ്പം വിദേശത്തൊക്കെ ആയിട്ട് അങ്ങനത്തെ പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട് ധാരാളം. ഉണ്ട്. പിന്നെ അൽഷിമേഴ്സിൻ്റെയും ഒരു കമ്മ്യൂണിറ്റി കുന്നംകുളം ബേസ് ചെയ്തിട്ടൊരു സംഘടനയുണ്ട്. അവർ ഇത്തരത്തിലുള്ള എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊരു കോമൺ സംഗതിയായിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഒരു സോഷ്യൽ മീഡിയ ബേസ്ഡ് കമ്മ്യൂണിറ്റിയോ ഒന്നും ആയിട്ട് വന്നിട്ടില്ല ഇപ്പം. പക്ഷേ അതേസമയത്ത് വിദേശത്തുള്ള ധാരാളമായിട്ട് നമുക്ക് കാണാം. അവർ ഓരോ ഇപ്പം DV ബോഡി ഡിമെൻഷ്യ, ഫ്രോണ്ടൽ ഡിമെൻഷ്യ, അതിൻ്റെ കെയർ ഗിവേഴ്സിൻ്റെ തന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. വലിയ ഗ്രൂപ്പുകളൊക്കെയാണ്. അവർ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ടിപ്സ്, ചില ആൾക്കാരുടെ ഈ കെയർ ഗിവേഴ്സ് ബേൺ ഔട്ട് എന്ന് പറയും. ഓവർ ദ പീരീഡ് ഓഫ് ടൈം ഇതിന് ഒരുപാട് ഡാമേജസ് കെയർ ഗിവേഴ്സിന് ഉണ്ടാവാം. അവരെ ആ ബേൺ ഔട്ടിനെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഇപ്പം US-ലൊക്കെയുള്ള ചില അവർ അമ്മയോ അച്ഛനെയോ ഒക്കെ നോക്കുന്ന ഒരാൾ ഒരു പേഷ്യൻ്റ് ഐ ആം ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസൊക്കെ ഉണ്ടാവുള്ളൂ. പറയുന്ന സമയത്ത് ഈ കിട്ടുന്ന സപ്പോർട്ടുണ്ട്. അത് ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടുള്ള സപ്പോർട്ട്സ് വരും പലയിടത്തും. എനിക്കത് അതിൽ കൂടുതൽ സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ടാവും ഈ സോഷ്യൽ മീഡിയ കാണുന്നതിലുപരിയായിട്ടുള്ള. എന്നാൽ ഈ സോഷ്യൽ മീഡിയ കാരണം തന്നെയായിട്ട് ഫിസിക്കലായിട്ട് തന്നെ ചിലപ്പോൾ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ പിന്നെ വിസിറ്റ് ചെയ്യാൻ ഓഫർ ചെയ്യാറുണ്ട്. അങ്ങനെ വേറെ എന്തെങ്കിലും സഹായങ്ങൾ വേണോ, ഫിനാൻഷ്യൽ പ്രശ്നമാണെങ്കിൽ അതിന് എന്താണ് പരിഹാരം എന്നൊക്കെയുള്ള രീതിയിൽ റീച്ച് ഔട്ട് ചെയ്യുന്നതായിട്ട് കാണാം നമുക്ക്. അതിൻ്റെ ഫിസിക്കൽ ആക്ച്വലി എന്താ സംഭവിക്കുന്ന അറിയില്ല. പിന്നെ ഇത് നമ്മൾ കൊച്ചി കോർപ്പറേഷൻ്റെ ഒരു ശ്രമം നടത്തേണ്ടായി. ഇത്തരം ഡിമെൻഷ്യ ഈ ബോധവൽക്കരണം, പ്രത്യേകിച്ച് നമ്മൾ ഓട്ടോറിക്ഷ, മറ്റേ ബസ് കണ്ടക്ടേഴ്സ്, പിന്നെ ഈ പോലീസുകാർ, അങ്ങനെയുള്ള കുറേ ആളുകളായിട്ട് അവരെ ഒരു ബോധവൽക്കരിക്കുന്നത്. അങ്ങനെ നമ്മൾ കൊച്ചി ഒരു ഡിമെൻഷ്യ ഫ്രണ്ട്ലി കൊച്ചിൻ യൂണിവേഴ്സിറ്റി അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ഒരു ക്ലിനിക്, നമ്മളൊരു അവർ കെയർ ചെയ്യാനായിട്ടൊരു കെയർ സെൻറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെയർ സെൻറ്ററിലേക്ക് നമുക്ക് വാഹനങ്ങളും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ആളുകളെ അയക്കാൻ ഇവർ മടിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ കുറച്ചുകൂടി കുറച്ച് അതിൻ്റെ വർക്കിംഗ് കുറച്ചുകൂടി ബെറ്റർ ആയതോടുകൂടി കുറച്ചുകൂടി നല്ല ഫെസിലിറ്റീസ് അവർ അതിനകത്തൊരു കോർപ്പറേഷൻ ഇഷ്യൂ ഉണ്ടാവാം. ഈ കെയർ ഗിവിംഗ് അതെ അതൊരു ഒരു താഴെ ഇതിൽ വരുന്ന ആളുകൾ മാത്രമേ അയക്കുന്നുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അതൊരു എന്താ ഒരു ടാബു പോലെ സ്റ്റിഗ്മ വല്ലാതെ ഉണ്ട്. അത് മാറ്റാൻ വേണ്ടി നമ്മൾ വേറെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്ര നമ്മളൊരു ഡേ കെയർ പോലെയാണ് അത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. രാവിലെ
അവർ ഒരു 7 മണി 8 മണിയാകുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പക്ഷെ അത് ഒരു ചലഞ്ചിങ് ആണ്. ആക്ടിവിറ്റീസൊക്കെ കൊടുത്ത് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അത് കുറച്ച് പേര് മനസ്സിലാക്കിയ ആളുകൾക്ക് വളരെയൊക്കെ ഇതാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ജോലിക്ക് പോകാനോ മറ്റ് വീട്ടിലെ കാര്യങ്ങളോ ഒരു സപ്പോർട്ട് ഇത് കൊടുക്കുന്നുണ്ട്. പക്ഷെ കിടക്കുന്ന പേഷ്യൻസിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കിടക്കുന്ന മാത്രമല്ല, ഈ അല്ലാത്തവർ തന്നെ പിന്നെ എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കില്ല ഡിസ്പോസിഷൻ, വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് തന്നെ ഒരു കോംപ്ലക്സിറ്റി ആഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇറങ്ങിപ്പോകുന്ന കേസ് ഒരുപാടുണ്ടാവും. ഉണ്ട്. ഇറങ്ങിപ്പോകുന്ന ഒരു കേസുണ്ട്. എൻ്റെ ഒരു കസിൻ്റെ വൈഫ് ഹസ്ബൻഡ് അയാൾ DPA ആയിരുന്നു. അപ്പോൾ താമസിക്കുന്ന DPAയുടെ ഓഫീസിൽ നിന്ന് കുറച്ച് ദൂരെയാണ്, ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരെയാണ്. ഒരു ദിവസം ഇയാളങ്ങ് മിസ്സിങ് ആയി. ഒരു ഡോക്ടറാണ്, ഇയാൾ മിസ്സിങ് ആയി. രാവിലെ എഴുന്നേറ്റ് പോയി ഇയാൾ കാണാനില്ല. തപ്പാവുന്ന ഇതൊന്നും കണ്ടുപിടിക്കുന്നത് ചെയ്യാൻ പറ്റില്ലല്ലോ. കുറേ കഴിഞ്ഞപ്പോൾ അവിടുന്ന് DPAയുടെ ഓഫീസിൽ നിന്ന് ഒരാൾ വിളിച്ചു. അവിടെ ഒരു പഴയ ആൾ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഇവിടെ വന്നിരിക്കുന്നുണ്ട്, DPAയുടെ കസേരയിൽ കയറിയിരിക്കുകയാണ്. അയാളുടെ ഓർമ്മ അതാണ് DPA ആണെന്നുള്ളത്. അയാൾ ആ കസേരയിൽ കയറിയിരിക്കുക, ആ റൂമിൽ ആ കസേരയിൽ അയാൾ കയറിയിരിക്കുക. അത് ഗോയിങ് ഹോം എന്ന് പറഞ്ഞിട്ടൊരു ഫേസ് ഉണ്ട്. അതിൽ റിപ്പീറ്റഡ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യും അവരുടെ പഴയ ഹോം ഫൈൻഡ് ചെയ്യാനാണ്. ഹോം എന്ന് പറയുന്നത് ഈ ഓഫീസൊക്കെ ആവാം, കാരണം അവരേറ്റവും കംഫർട്ടബിൾ എവിടെയായിരുന്നോ അതാണ് ഹോം. അത് അവിടത്തേക്ക് പോകാനുള്ളൊരു ശ്രമം റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ അവരവൻ വളർന്ന ഇപ്പം നിലവിലില്ലാത്തൊരു വീടൊക്കെ ആയിരിക്കാം. അതെ. ഈ ഒരു റീഡേഴ്സ് സജസ്റ്റിലാണെന്ന് തോന്നുന്നു, ഞാൻ ഒരു ഇത് വായിച്ചിരുന്നു കുറച്ച് മുമ്പ്. അതൊന്നും സൂക്ഷിച്ചു വെച്ചില്ല വായിച്ചപ്പോൾ. ഒരു സീനിയർ ലേഡി, അവർ ഒറ്റക്കാണ്. അവർ ഒരു ക്യാബ് വിളിക്കുന്നു. അതിലൊരു പിന്നെ ആഫ്രിക്കൻ ഇതിലുള്ള ലീനേജിലുള്ള ഒരാളാണ് ക്യാബ് ഡ്രൈവർ. അയാളുടെ നരേറ്റീവായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവർ ക്യാബിൽ വന്നിരുന്നിട്ട് ഇദ്ദേഹത്തോട് പറയണം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പം കുറച്ച് സ്ഥലങ്ങൾ പറയുന്നുണ്ട്. ഒരു ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു ഈ സ്ഥലങ്ങളിലൊക്കെയാണ് പോകേണ്ടത്. ഒന്നൊരു പാർക്കാണ്, അങ്ങനെ 2-3. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇവർ പറഞ്ഞു ഇവിടെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളുടെ കാര്യമൊക്കെ ഇയാൾ ചോദിക്കുന്നുണ്ട്, എല്ലാം ചോദിച്ചു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഹീ ബേസിക്കലി ബിൽഡിങ് അപ്പ് സം ഇൻഫർമേഷൻ അബൌട്ട് ഹർ. അവരുടെ ലൈഫ് ബയോഗ്രഫിക്കലായിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കി വരുന്നു. അത് കഴിഞ്ഞ് ഇവർ മറ്റ് സ്ഥലങ്ങളിൽ പോകുന്നു. ഇവിടെ ഓഫീസ്, അവർ വർക്ക് ചെയ്തിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ വർക്ക് വരുന്നു. അപ്പോൾ അന്നത്തെ ഫുൾ ഡേക്ക് വേണ്ടിയിട്ട് ഈ ക്യാബ് ഇവർ പറയുന്നുണ്ട്. ഈവനിങ് ആയപ്പോൾ അവർ പറഞ്ഞു ഞാൻ ടയേർഡ്, അപ്പോൾ തിരിച്ച് ഞാൻ അവിടുത്തെ അതേ സ്ഥലത്തേക്കല്ലേ പോകേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു അല്ല, വേറെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, ഇത് കെയർ ഹോമാണ്, ഞാൻ അങ്ങോട്ട് പോവാണ്, എൻ്റെ വീട് വിട്ട് ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞാൽ അവർ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇവർ ഈ അൽഷിമസ് സൊസൈറ്റിയുടെ ഒക്കെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് സ്വന്തം നിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിച്ചിട്ടുള്ളവരാണ്. അവർക്ക് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇനിയത് സാധ്യമായിരിക്കില്ല എന്ന് മനസ്സിലായിട്ട് അവർ കെയർ ഹോമിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, മുമ്പേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് പോകണം. ഇതാണ് നരേറ്റീവ്. ഈ പിന്നെ സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ അവർക്ക് കുറേ കൂടി ശാന്തമായിട്ടുള്ളൊരു സൊസൈറ്റിയാണ്. അവരുടെ പൊതുവെ അഗ്രഷനൊക്കെ വളരെ മിനിമലാണ്. ഈ പബ്ലിക് വളരെ കാം ആൻഡ് മെല്ലോഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. അവിടെ ഒരു ഡാറ്റാബേസ് ഇപ്പോൾ ഒന്നുമില്ല, ഇത് കുറേ മുമ്പേ ഉള്ളതാണ്. അവിടെയുള്ള കോളേജ് സ്റ്റുഡൻസ് ഇവരൊക്കെ വോളണ്ടിയേഴ്സായിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇങ്ങനെ സിംഗിളായിട്ട് വീട്ടിലിരിക്കുന്ന ഒരു സീനിയർ ലേഡി ആണ്. അവർക്ക് അവർ വീൽ ചെയർ ബൗണ്ടാണ്. അപ്പോൾ അവർക്ക് അടുത്ത ടൗണിലുള്ള ഒരു പ്രൊവിഷൻ സ്റ്റോറിൽ പോകണം. അതിനൊരു ഹെൽപ്പ് ആവശ്യമുണ്ട്. അതവർ നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോളേജിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ഈ പ്രത്യേക സ്ഥലങ്ങളിൽ നമുക്ക് ഇന്നത്തെ പോലത്തെ ഇലക്ട്രോണിക് മീഡിയ അല്ല ഞാൻ പറയുന്നത്, ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് പിന്നെ ചില കടകളുടെ പ്രൊവിഷൻ സ്റ്റോറിൻ്റെ ഒക്കെ നോട്ടീസ് ബോർഡിലൊക്കെയാണ്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യുക ഒരു ഫോണിലൂടെ. പിന്നെ ഇന്നയാൾ വരാൻ ബില്ലിങ്ങാണ്, അതിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ടീമുണ്ടാവും. ചിലപ്പം വോളണ്ടിയർ വർക്കായിരിക്കും. അപ്പോൾ ഒരാൾ വരും,
എന്ന് പറയും. അപ്പോൾ ഇവർ റിക്വയർമെൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും, വീൽ ചെയർ ഇത് പുഷ് ചെയ്യാൻ അറിയണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇയാൾ വരുന്നു, ഇവർ ഇതിന് പ്രതിഫലമില്ല, 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നു, അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് കറക്റ്റ് ടൈമിൽ വരുന്നു, ഈ പർച്ചേസൊക്കെ നടത്തുന്നു. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ജോയിൻ്റ് ആയിട്ടൊരു ഡിന്നറോ ലഘുഭക്ഷണമൊക്കെ കഴിച്ച് പിരിയുന്നു ഇവരെ വീട്ടിലാക്കിയിട്ട്. ഇയാളുടെ അക്കൗണ്ടിൽ 2 hours ഓഫ് സർവീസ് വിൽ ബി മാർക്ക്. അടുത്ത ബാസ്കറ്റ് ബോൾ കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇയാളെ വീണിച്ചിട്ട് ഇയാളുടെ കാലൊടിയുന്നു എങ്കിൽ ഹി ഓർ ഷീ ഈസ് ലേബിൾ ടു ഗെറ്റ് ബാക്ക് ദാറ്റ് അവേഴ്സ് ഓഫ് സർവീസ്. അതിന് വേണമെന്നില്ല, അത് ഇല്ലെങ്കിലും കിട്ടും. ആ രീതിയിലുള്ള ഒരു ട്രേഡ് ഓഫ് അതിനകത്ത് അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അങ്ങനത്തെ ഒരു നെറ്റ്വർക്ക്, ഏതൊരു നെറ്റ്വർക്കാണ് ബേസിക്കലി കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അങ്ങനെ ഒരു നെറ്റ്വർക്ക് വളരെ റിച്ച് ആയിട്ടുള്ള രീതിയിൽ ആക്റ്റീവ് ആയിരുന്നാൽ അത് സ്വന്തമായിട്ട് ഇൻ്റലിജൻ്റായിട്ട് ബിഹേവ് ചെയ്യും. ആസ് ഇറ്റ്സ് ലൈക്ക് എ ഇൻ്റലിജൻറ്റ് ഓർഗാനിസം എന്നാണ് ഓർഗനൈസേഷൻ. അങ്ങനത്തെ നെറ്റ്വർക്ക്സ് ഉണ്ടാക്കുക എന്നുള്ളത്, പക്ഷേ അതിനതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട്. ആ സൊസൈറ്റി പോലെയല്ല നമ്മൾ ഇന്ത്യൻ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ മറ്റൊരു സൊസൈറ്റിയിലോ ഒരുപക്ഷെ അതിൽ മുതലെടുക്കപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടാവാം. ഹെൽത്ത്, മറ്റു തരത്തിലുള്ള റിസ്ക്കുകളൊക്കെയാണ്, സെക്യൂരിറ്റി റിസ്ക്കുകളൊക്കെ വരാം. പക്ഷെ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ സാധിക്കും. അല്ല, അതേ റിസ്ക് നമ്മൾ ഒരു കെയർ ഗിവറെ വെക്കുമ്പോഴും ഉണ്ടാവുമല്ലോ, എംപ്ലോയ് ചെയ്യുമ്പോൾ. അത് നമ്മൾ അവിടെ നിന്ന് കിട്ടുന്ന സ്ക്രീനിങ് വെച്ചിട്ടുള്ള ഇത് വെച്ചിട്ട് ഡാറ്റ വെച്ചിട്ടാണല്ലോ നമ്മൾ അവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അവരാണ് ഇതെടുക്കുന്നത് എന്നുള്ളത്. അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് അത്തരത്തിലൊരു സമ്പ്രദായം നമുക്ക് ഇതിലുണ്ടാക്കിയാൽ മതി. ഊബർ വിളിക്കുമ്പോൾ പോലും ക്യാമറ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ലൊക്കേഷൻ. അതെ അതെ. അത് എന്താ പറയുക, അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ നിന്നിട്ടില്ല, പക്ഷെ അങ്ങനെ വളർന്നിട്ടില്ല. കാരണം ആ ഒരു നമ്മൾ പറയില്ലേ, ഒരു സോഷ്യൽ ടാബ് ഇപ്പോഴും നിൽക്കുന്നുണ്ട് എൻ്റെ ഭാഗമാണ്. അവർ പല പല ആക്ടിവിറ്റീസ് വഴി ഇതിലേക്ക് ആളുകളെ കൂട്ടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചക്കക്കൂട്ടം മറ്റേന്നൊക്കെ പറയുന്നത് പലതരത്തിലുള്ള ആക്ടിവിറ്റി. നമ്മൾ ഇതുപോലെ കഫേ തുടങ്ങിയിരുന്നു, ഈ കെയർ ഗിവേഴ്സിൻ്റെ, ഡിമെൻഷ്യ കെയർ ഗിവേഴ്സിൻ്റെ സപ്പോർട്ട്. ഇത് കെയർ ഗിവേഴ്സിന് വീട്ടിലെ കെയർ ഗിവർ അവർ കളക്റ്റീവായിട്ടൊരു കഫേ പോലെ, ഒരു കഫേയിലിരുന്നിട്ട് പരസ്പരം ചെയ്യും. അങ്ങോട്ട് ഇത് ഇപ്പോൾ അത്യാവശ്യത്തിനൊരു സ്ഥലത്തേക്ക് പോകണം, അപ്പോൾ അപ്പുറത്താൾ വന്നിട്ട് ഇത് സഹായിക്കുക, അപ്പുറത്താൾ പോയിട്ട് അങ്ങനെ സഹായിക്കുന്നൊരു ഇത്. പിന്നെ ഇതിൻ്റെ എക്സ്പീരിയൻസ് ഷെയറിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്നു. ഇപ്പോൾ കുറച്ചൊന്നും ഡള്ളായിരിക്കുകയാണ്, എന്നാലും അതൊന്നും ശരിയാക്കണമെന്നുണ്ട്. അത് മൊത്തം കേരളത്തിൽ ഏർപ്പെടുത്താനായിട്ട് നമ്മളൊരു പ്രോജക്റ്റൊക്കെ ഗവൺമെൻറ് കൊടുത്തു. ഗവൺമെൻറ് എന്നിട്ട് അതൊരു പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. ഓർമ്മത്തോണി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഖ്യാപനമൊക്കെ നടത്തി. പക്ഷെ നത്തിങ് പ്രോഗ്രസ്ഡ്, ഒന്നും സംഭവിച്ചില്ല. അതിനെ എനേബിൾ ചെയ്യുന്നൊരു ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ടായാൽ മതി. ബാക്കി എനിക്ക് തോന്നുന്നത് ക്രൗഡ് സോഴ്സ്ഡ് ആയിട്ട് നമ്മളൊരു പ്രോഗ്രാം ഇതും കൊടുത്തിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളിസി ചെയ്യാനായിട്ട് നമ്മൾ ഈ പ്ലാൻ ബോർഡ് വഴി ശ്രമം നടത്തി. പക്ഷെ അത് പോളിസി പ്രഖ്യാപിക്കപ്പെട്ടില്ല. ഈ ഓർമ്മത്തോണിയുടെ ഭാഗമായിട്ട് അത് പ്രഖ്യാപിക്കുന്നതൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഓർമ്മത്തോണി പിന്നെ അതൊരു സർക്കാർ പ്രോഗ്രാമായിട്ട് മാറിയോട് കൂടിയിട്ട് അതില്ലാതായി. നമ്മളങ്ങനെ ആയിരുന്നില്ല, നമ്മുടെ ഒരു സർക്കാർ പ്രോഗ്രാം ആയിരുന്നില്ല, അസോസിയേറ്റഡ് വിത്ത് പീപ്പിൾ എന്നുള്ളതായിരുന്നു. അത് LSTD വഴിയായിരുന്നു നമ്മളതിനെ ഇത് ചെയ്യാൻ കഴിയും. ഒരു ഹെൽത്തിൻ്റെ പ്രോഗ്രാമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തില്ല, ഹെൽത്തിൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെയോ സർക്കാർ പ്രോഗ്രാം ആക്കിയപ്പോഴേക്കും അത് മുഴുവനും വേറെ രീതിയിൽ. പക്ഷെ അത് അങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തിരിച്ച് വിളിച്ചക്കാരനെ അത് ഇനി ശരിയാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അപ്പോഴത്തേക്ക് നമ്മുടെ ഈ നെറ്റ്വർക്ക് ഭയങ്കരമായിട്ട് ലൂസായിപ്പോയി. നമ്മളത് ശരിയായി ടൈറ്റ് ചെയ്ത് വന്നതായിരുന്നു. വീട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പണിയുണ്ട്, അത് ചെയ്യാൻ പറ്റും. റിസപ്ഷനിൽ ഓട്ടിക്കുണ്ടോ? തരുമോ? ഇത് ചെയ്താൽ മതി. എത്ര എമൗണ്ട്
ഈ നമ്പറിലേക്കണം. ഓക്കെ, ഒന്ന് റെസ്പോണ്ട് കൊടുത്തിട്ടൊന്നാണെന്ന് വിളിക്കുമോ? മറ്റൊരു വൈദ്യുതിയ നിങ്ങളുടെ റിസർച്ച് ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ടാണോ? അങ്ങനെ അല്ല, പല മേഖലയാണ് ഡിജിറ്റൽ കെയറാണ് ഇവരുടെ ഒരു. ശരി. ഡിജിറ്റൽ കെയറിനെ പറ്റി പഠിക്കണോ അല്ല അങ്ങനെയുള്ള സംവിധാനം? ഞാൻ ഈ അടുത്താണ് ഇതിൽ ഇൻട്രസ്റ്റ് വന്നത്. എൻ്റെ PhD റിസർച്ച് എന്ന് പറയുന്നത് ലേബറിനെ പറ്റിയാണ്. ഓക്കെ. ഇന്ത്യൻ IT സെക്ടറിലെ ലേബർ എങ്ങനെ ഹ്യൂമൻ ക്യാപിറ്റലായി മാറുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. പക്ഷേ ഈ അടുത്ത് എനിക്ക് പേഴ്സണലായിട്ട് എനിക്കൊരു ക്യാൻസർ ഡയഗ്നോസിസ് ഉള്ളതുകൊണ്ട് ഈ ഹെൽത്ത് കെയറിൽ എനിക്ക് ഓക്കെ. ടോക്സിക്കോളജി ശരി. PhD ആണോ? ഇത് മെഡിസിൻ്റെ ഫീൽഡാണോ? അല്ല, ബയോളജി ആണോ? ബയോളജി ഇത് ടോക്സിക്കോളജി വേറെ തന്നെയാണ്. പക്ഷെ ഞാൻ ചെയ്യുന്നത് കുറച്ചും കൂടി എവിഡൻസ് ഇപ്പോൾ പെസ്റ്റിസൈഡ്സിലാണ്. ഒരു പെസ്റ്റിസൈഡ് എങ്ങനെയാണ് അതൊരു അസുഖം കോസ് ചെയ്യുന്നു എന്നുള്ളത്. കൈനറ്റിക്സ് എന്തൊക്കെയായി മാറുന്നു, അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ നോക്കേണ്ടി വരില്ല, ബയോകെമിക്കൽ പാത്വേസ് ഒക്കെ. സയൻസ് ഡിസിപ്ലിൻ അല്ലാത്തത് ഹ്യൂമാനിറ്റീസ് ആണ്. ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിൽ. ഓ, അത് ശരി, ഫിലോസഫിയിലാണ്. ഓക്കെ. ആ, അവിടെ ഓക്കെ. ഇപ്പോൾ അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? DDT ഒക്കെ ഉണ്ട്. പിന്നെ അത് തിയറൈസേഷനാണ് കുറച്ചും കൂടെ അതിനുശേഷം കേസ് മാറി പിന്നെ കുറച്ച് തിയറൈസായിട്ടായി. ഓക്കെ. അതിൻ്റെ അകത്തുണ്ടായ ആർഗ്യുമെൻറ്റ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പം തുടർന്നുകൊണ്ടിരിക്കുന്ന ചില ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. പറയാത്ത ആർഗ്യുമെൻറ്റ്സ് വേറെ ഉണ്ട്. അല്ല, നമ്മളൊന്നും ഉയർത്താത്ത ആർഗ്യുമെൻറ്റ്സ് വേറെ ഉണ്ടെന്ന് പറയാം. അത് എഴുതാൻ പുറപ്പെട്ട പിന്നെ ഇവരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരുന്നുള്ളതുകൊണ്ട് എവിടെയും എഴുതുകയും പറയുകയൊക്കെ ചെയ്യാത്ത. സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് എവിഡൻസ് ഇല്ല. അസുഖങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതിനുള്ള എവിഡൻസ് ഇല്ല എന്നാണ് അതിനുവേണ്ടി. അതെ അതെ. പക്ഷെ തിരിച്ചുമാണ്, രണ്ടു കൂട്ടർക്കുള്ള എവിഡൻസ് അവിടെ ഉണ്ട്. അവരത് സൗകര്യതാണെന്നുള്ളതുകൊണ്ട് അവരുടെ ആർഗ്യുമെന്റിനെ പറ്റുന്ന പിന്നെ എവിഡൻസേ അവർ ചൂസ് ചെയ്യുന്നുള്ളൂ.